السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. بشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. وما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഒന്നരായ ഉസ്താദുമാരെ, മുതാലിമീങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഇതുപോലെയുള്ള എല്ലാ ആത്മീയ വേദികളിലെയും നിറസാന്നിധ്യങ്ങളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് നമ്മളെ ഒരുമിച്ച് കൂടിയതിൻ്റെ താല്പര്യം ഇന്നലെയും ഇന്നുമായി നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനുമുള്ള വിവിധങ്ങളായ മാർഗങ്ങൾ ഈ സമൂഹം ഇതുവരെയും ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇത്തരം സംഗമങ്ങൾ. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ മദ്രസ, ദർസൊക്കെ. പൂർവികരാകുന്ന ഉമ്മത്തിങ്ങളെക്കുറിച്ച്, മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഒക്കെ അനുയായികളെക്കുറിച്ച് അവർ പരസ്പരം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒരു ബാധ്യതയായി ഉള്ളവരല്ലായിരുന്നു എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. നേരെ മറിച്ച് അവരുടെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പ്രവാചകന്മാരായിരുന്നു. ഇന്ന ബനീ ഇസ്രാഈല തസൂസുഹുമുൽ അംബിയ ഇദാ ഹലക നബിയുൻ ഖലഫഹു ആഖർ. ബനീ ഇസ്രായേലരുടെ നേതാക്കളൊക്കെ നബിമാരായിരുന്നു. ഒരാൾ മരണപ്പെടുമ്പോൾ മറ്റൊരാൾ പകരം വരും. നമ്മുടെ ഉമ്മത്തിൻ്റെ വലിയൊരു പ്രത്യേകത, ഈ ഉമ്മത്തോടു കൂടെ പ്രവാചകത്വം അവസാനിച്ചു എന്നത്. ഇനിയൊരു നബി വരൂല. എന്നാൽ ഈ ലോകം എത്ര വർഷം നീണ്ടു നിന്നാലും, അത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളൊക്കെ ആവാം. ചില പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഖിയാമത്ത് നാളിന്റെ അടുത്ത് വന്നിരിക്കണമെന്നൊക്കെ നമുക്ക് തോന്നും. പേരും അങ്ങനെ തന്നെ, പരലോകം വെളിപ്പാടകലെ. പരലോകം എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്തേന്ന് പറയാൻ മാത്രം അടുത്ത് വന്ന് നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്? അതുവരെയും ഒരു നബി വരാതെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ നിലനിൽക്കുക തന്നെ ചെയ്യും. അവിടുത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്താകുന്ന പരിശുദ്ധ ഖുർആൻ എന്നും നിലനിൽക്കും. എങ്ങനെയാണ് ഇനി ഏത് കാലം വന്നാലും, എത്ര കാലം നമ്മളൊക്കെ ജീവിച്ചാലും, ലോകം നിലനിന്നാലും അവിടേക്കൊക്കെയും ഈ ഇസ്ലാം പാകപ്പെട്ടു വരുന്നത്? ഇനിയൊരു നബി വരേണ്ടാത്ത വിധം പരിശുദ്ധ ഇസ്ലാം പൂർത്തിയാവുകയും നമ്മളൊക്കെ ആകുന്ന ഈ ഉമ്മത്തീങ്ങൾ ദീൻ കാര്യം എല്ലാവർക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു നിശ്ചയിച്ച മാർഗം. അപ്പൊ ഇനിയൊരു നബിക്ക് ആവശ്യമല്ല, അള്ളാഹിന്റെ റസൂൽ വന്ന് ദീൻ പൂർത്തിയാക്കി തന്നു. ഇനി കാലം എത്ര ചെന്നാലും അവിടെയൊക്കെയും ദീന് പറയാൻ, പഠിപ്പിക്കാൻ, മനസ്സിലാക്കാൻ, പ്രബോധനം നടത്താൻ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം സന്നദ്ധമാണ്. അത് വളരെ മനഃശാസ്ത്രപരമായൊരു സമീപനമാണ്. എന്തുകൊണ്ട്? നമ്മൾ ഓരോരുത്തരും നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ബാധ്യതപ്പെട്ടവരാണ്. ആ പറയുന്ന നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും വിരോധിക്കുന്ന തിന്മ സമ്പൂർണമായി നമ്മിൽ നിന്ന് മാറിപ്പോവുകയും വേണം. അങ്ങനെ വരുമ്പോൾ ഈ സമൂഹം, ഈ സൊസൈറ്റി എപ്പോഴും ധാർമ്മികമായി മുന്നോട്ട് പോകും. എപ്പോഴും ധാർമ്മികമായി മുന്നോട്ട് പോകും. നമുക്ക് നമ്മുടെ സ്വന്തക്കാരോട് ചില ബാധ്യതകളുണ്ട്, നമ്മുടെ വിദ്യാർത്ഥികളോട് ബാധ്യതയുണ്ട്, സഹപ്രവർത്തകരോടുണ്ട്, നമ്മൾ എന്നും കാണുന്ന, നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യരോടൊക്കെ നമുക്ക് ബാധ്യതയുണ്ട്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും മതം നമ്മുടെ മുന്നിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്, ബാധ്യതയാണ്. എത്രത്തോളം സൂക്ഷ്മമായിരിക്കണം ആ കാര്യം. ഉമർ റളിയല്ലാഹു അൻഹു അബൂ ലുഅലയുടെ കുത്തേറ്റ് മരിക്കാൻ കിടക്കുമ്പോൾ അവിടുത്തെ കാണാൻ വേണ്ടി പല സഹാബിവര്യന്മാരും താബിയങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരാളുടെ കാലിൻ്റെ ഞെരിയാണിക്ക് താഴെ അദ്ദേഹത്തിന്റെ വസ്ത്രം ഇറങ്ങിയത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കുന്നു. ഉടൽമാല പുറത്താണ്, അർദ്ധബോധമാണ്, പലപ്പോഴും വല്ലാതെ വേദന സഹിച്ച് കിടക്കുകയാണ്.
ആ സമയത്ത് പോലും ആ ചെറുപ്പക്കാരനോട് മുണ്ട് ഞെരിയാണിക്ക് മുകളിലേക്ക് പൊക്കിയെടുക്കാൻ സയ്യിദ്ന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതാണ് ഇസ്ലാം നമ്മളെ ഏൽപ്പിച്ച നന്മ കൽപ്പിക്കുക എന്ന് പറയുന്ന വലിയ ബാധ്യത. റളിയല്ലാഹു അൻഹു അത് പറയുന്ന സന്ദർഭം നമ്മളൊന്ന് മനസ്സിലാക്കുക. അവിടുന്ന് മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. വലിയ വിഷത്തിലൂട്ടിയ വാളുകൊണ്ട് അദ്ദേഹത്തിന്റെ അടിവയറ് കുത്തിപ്പിളർന്നിരിക്കുകയാണ്. ഉടൽമാല പുറത്താണ്. ഏത് നിമിഷവും മരണം സംഭവിക്കാവുന്ന ആ ഒരു സന്ദർഭത്തിൽ പോലും അവിടുന്ന് നന്മ കൽപ്പിക്കാനുള്ള അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ ഉടനീളം പരിശോധിക്കുക. ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പ്രത്യേകമായി പറയുന്ന വിശാലമായ അധ്യായങ്ങൾ. അതിന്റെ ചില മാർഗങ്ങൾ പറയുന്നുണ്ട്, രീതിശാസ്ത്രമുണ്ട്. പുതിയ കാലത്ത് എങ്ങനെയാണ് നന്മ കൽപ്പിക്കുക എന്ന് പൂർവികർ പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ച് ഇമാം മുസ്ലിം തങ്ങൾ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എങ്ങനെയൊക്കെയാണ് നന്മ കൽപ്പിക്കേണ്ടത്, തിന്മ വിരോധിക്കേണ്ടത്. ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാകുന്ന വലിയ കർമ്മം, ആരാധന പതിയെ പതിയെ ഇല്ലാതെയാകുമെന്നും അതോടുകൂടെ ഇസ്ലാമിന്റെ തേജസ്സും മോജസ്സും നശിക്കുമെന്നും ഇമാമുന നവവി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട് ഷർഹ് മുസ്ലിമിൽ. അന്നത്തെ കാലത്തെ കുറിച്ച് പോലും മഹാൻ പറയുന്നത് അത് പതിയെ പതിയെ തീർന്നു പോകുന്നു, ഇല്ലാതെയാകുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പോലും നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന സദ്കർമ്മം ലോപിച്ച് കുറഞ്ഞു വരുന്നുവെന്നും ആ ഒരു മഹത്തായ ദൗത്യം ഓരോരുത്തരും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ദീനിന്റെ തേജസ്സും ചൈതന്യവും ഇല്ലാതെയായിത്തീരുമെന്നും ഇമാം നവവി റളിയല്ലാഹു അൻഹു നമ്മൾ ഓർമ്മപ്പെടുത്തുക. പിന്നെ അതിൻ്റെ ചില രീതികൾ പറയുന്നുണ്ട്. പരസ്യമായി തിരുത്തിയാൽ അത് അദ്ദേഹത്തിന് വിദ്വേഷം വരുമെന്നും, തിരുത്തേണ്ടത് പലരോടും പല രീതിയിലാണെന്നും, സ്വന്തക്കാരാണെങ്കിൽ പോലും മറ്റൊരാളുടെ മുമ്പിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ തിരുത്താൻ പാടില്ലെന്നും ഒക്കെ വളരെ മനഃശാസ്ത്രപരമായ ഇതിന്റെ സമീപനം ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലും ഉടനീളം നമ്മൾ പരിശോധിക്കുക. നിങ്ങളിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നിലകൊണ്ടിരിക്കണമെന്ന് സൂറത്ത് ആൽ ഇംറാന്റെ 104-ാമത്തെ വാക്യത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. നമ്മളാകുന്ന മനുഷ്യ സമൂഹം, പ്രത്യേകിച്ച് ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് വന്നത് തന്നെയും ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും നിങ്ങളുടെ ഏറ്റവും നല്ല മഹത്വത്തിന്റെ മാനദണ്ഡം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണെന്നും പരിശുദ്ധ ഖുർആൻ അതേ അധ്യായത്തിന്റെ 110-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ലോകത്തേക്ക് വന്നത് എന്തിനാണ്? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠരായ സമൂഹം. എന്തുകൊണ്ട്? ഉഖ്രിജത് ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പുറത്തു വന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ലോകത്തേക്ക് എഴുന്നള്ളിച്ചത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അവർക്ക് നന്മ ചെയ്യാൻ പറ്റുന്നിടത്തോളം അതാവണം. തിന്മ വിരോധിക്കാൻ നമുക്ക് എത്രമേൽ സാധ്യമാകും അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ ഗുണമായി, ഏറ്റവും ഉന്നതിയിലേക്ക് എത്താനുള്ള രണ്ടാമത്തെ ഗുണമായി തഅ്മുറൂന ബിൽ മഅറൂഫി, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, വതൻഹൗന അനിൽ മുൻകരി, തിന്മ വിരോധിക്കുന്നു, വതുഅ്മിനൂന ബില്ലാഹി, യഥാവിധി അല്ലാഹുവിനെ വിശ്വസിക്കുന്നു. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കുൻതും ഖൈറ ഉമ്മത്തി, നിങ്ങളാണ് ഉത്തമരാകുന്ന സമൂഹം. ഒന്ന്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. രണ്ടാമത്തേത് നന്മ കൽപ്പിക്കണം. മൂന്നാമത്തേത് തിന്മ വിരോധിക്കണം. നാലാമതായി അള്ളാഹുവിനെ യഥാവിധി വിശ്വസിക്കുകയും വേണം. ഇவ்விധം നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠരായ സമൂഹം. എന്തിനാണ് ആമുഖമായി ഞാൻ ഈ കാര്യം പറയുന്നത്? ഖുർആനിലൂടെയും തിരു ഹദീസിലൂടെയും നമ്മൾ മുന്നോട്ട് പോയാൽ ഇനിയും സംബന്ധമായി ധാരാളം നമുക്ക് കാണാൻ പറ്റും. 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 87-ാമത്തെ വചനത്തിൽ ബനൂ ഇസ്രായേലർ പരാജയപ്പെടാനുള്ള കാരണം പറയുന്നത് കാനൂനായ തനാഹൗന അൻ മുൻകരിൻ ഫഅലു, അവർ പ്രവർത്തിക്കുന്ന തോന്നിവാസങ്ങളെയും തമ്മാടിത്തങ്ങളെയും വിരോധിക്കാൻ ആളില്ലാതായി തീർന്നു എന്നുള്ളതാണ്. ബനൂ ഇസ്രായേലർ പരാജയപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം ലുഅനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായേൽ എന്നും പറഞ്ഞ് ഖുർആൻ അത് തുടങ്ങുകയാണ്. ബനൂ ഇസ്രായേലർ പരാജയപ്പെടാനുള്ള ഒരു കാരണം അവർ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. രണ്ടാമത്തെ കാരണം കാനൂനായ തനാഹൗന അൻ മുൻകരിൻ ഫഅലു, അവർ ചെയ്തുകൊണ്ടിരുന്ന തോന്നിവാസങ്ങളെയും വൃത്തികേടുകളെയും വിരോധിക്കാൻ ആളില്ലാതെയായി. അതുകൊണ്ട് അവർ പ്രവാചകന്മാരുടെ വചനങ്ങളാൽ അഭിശപ്തരാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പരിശുദ്ധ മതം നമ്മുടെ ഇത്രമേൽ മികച്ച ബാധ്യതയായി നിർണയിക്കുമ്പോഴും
ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതിന് തൻ്റെ ഇടവും ധൈര്യമുള്ള സമൂഹം ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ്. നിയമങ്ങളുടെ തടസ്സങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, വിവിധങ്ങളായ ആദർശങ്ങളുടെ സമ്മർദ്ദങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് പിതാവാവട്ടെ, മാതാവാവട്ടെ, ജ്യേഷ്ഠന്മാരാവട്ടെ, അധ്യാപകനും അധ്യാപികയുമാവട്ടെ, മുദരിസാവട്ടെ, ഉസ്താദാവട്ടെ, ഈ ഒരു മഹത്തായ കർമ്മം ചെയ്യാൻ അവന് വിവിധങ്ങളായ തടസ്സങ്ങളാണ്. നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കാൻ വലിയ പ്രതിസന്ധികളാണ്. പൊതുവേ നമ്മൾ അന്തർമുഖരായിത്തീരുന്നു, നമ്മൾ ഉൾവലിയുന്നു, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന രീതിയിൽ സ്വസ്ഥരാകാൻ നമ്മളൊക്കെ നിശ്ചയിക്കുന്നു. ഇതിൻ്റെ ഫലം നിരന്തരമായി പ്രശ്നങ്ങളും പ്രയാസങ്ങളും അധാർമിക പ്രവണതകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലാണ് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം ഏകദേശം 63 കൊലകൾ ബന്ധുമിത്രാദികൾക്കിടയിൽ നടന്ന കേരളം, അതിൻ്റെ 50-ലേറെയും ലഹരി കാരണമായി തീർന്ന കേരളം. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ അല്പകാലത്തെ താല്പര്യങ്ങൾക്കും മോഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിതം തന്നെ തുലയ്ക്കുന്ന തലമുറ വളർന്നു വരുന്നൊരു നാട്, നാലുകാലിൽ നടക്കാത്തവന് സ്ഥാനം കുറഞ്ഞു പോകുന്നൊരു നാട്. എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ലക്ഷ്യത്തെക്കുറിച്ച് ആരും ബോധവാന്മാരെയല്ല. അത് പറയുന്നവരെ പോലും ആക്ഷേപിക്കാനും പടിക്ക് പുറത്താക്കാനുമാണ് സാമൂഹികമായ ശ്രമങ്ങൾ. ഒരു മകൻ എങ്ങനെ ജീവിക്കണമെന്ന് നിശ്ചയിക്കാൻ പിതാവിന് അധികാരമില്ലാത്തൊരു കാലം. ഇന്ത്യയിൽ തന്നെ ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം തോന്നുകയാണെങ്കിൽ അതിനെ തിരുത്താൻ പിതാവിനുള്ള അധികാരം എടുത്തു കളയണമെന്നും പറഞ്ഞ് കേസ് നടക്കുകയാണ്. അതെങ്ങാനും പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് എല്ലാ സ്റ്റേറ്റിലേക്കും അത് ബാധകമാകും. പിന്നെ മകനെ വിളിച്ചുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറയാൻ കഴിയാതെ വരും, മകളെ വിളിച്ചത് പാടില്ലെന്ന് പറയാൻ കഴിയാതെ വരും. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ അത് മുമ്പേ ഉള്ളതാണ്. അമേരിക്കയിൽ മുസ്ലിമായൊരു ഫാദർ, ഒരു വാപ്പ ജയിലിലാണ്, 5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം? അദ്ദേഹത്തിന്റെ 13 വയസ്സുള്ള മകൾ കാണാണെന്നൊരു തോന്നൽ വന്നു. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആ പെൺകുട്ടി വാപ്പയോട് സമ്മതം ചോദിച്ചു. ഞാനാണെന്നാ തോന്നുന്നത്, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ആണായി ജീവിക്കുകയാണ്. ആ വാപ്പ സ്നേഹത്തോടെ പറഞ്ഞു, അത്യാവശ്യം പ്രായമൊക്കെ വന്നിട്ട് ബോധം കുറച്ചിട്ട് ഒരു 18 വയസ്സൊക്കെ ആയിട്ട് തീരുമാനിച്ചാൽ പോരെ എന്ന്. ഇതാണ് അദ്ദേഹം ചെയ്ത കഠിനമായ ക്രൈം. ആ പെൺകുട്ടിയോട് അതിനെതിരെ ഒരു സംസാരം നടത്തി എന്നതാണ് അദ്ദേഹത്തെ 5 വർഷം ജയിലിലടക്കാനുള്ള കാരണം. ഇനി ഒരു അധ്യാപകന്റെ കാര്യം എടുക്കുക. വഴക്ക് പറയാൻ പറ്റില്ല, വളരെ സ്നേഹത്തോടു കൂടെ ശാസിക്കാനോ ശിക്ഷിക്കാനോ പറ്റില്ല, പുറത്തു നിർത്താൻ പറ്റില്ല. +1 എത്തിയ ഒരു കുട്ടിയെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ അതുപോലും പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണമാണ്. ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുമോ? അതിന് പോലും സാധ്യമല്ല. കാരണം അദ്ദേഹം യോഗ്യതയില്ലാതെ കൗൺസിലിംഗ് നടത്തിയെന്നാണ് കേസ് വരിക. യോഗ്യത എന്ന് പറഞ്ഞാൽ വല്ല MSc ഒക്കെ കഴിയണം, MSc സൈക്കോളജി ഒക്കെ കഴിയണം. അത് കഴിയാത്ത ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കാൻ പോലും പാടില്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട്. തോന്നിയതുപോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോഷം തീർക്കാൻ വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ഒരു യന്ത്രമായി അധ്യാപകന്മാർ മാറുന്നു. ധാർമ്മിക ശീലങ്ങൾ പരിചയപ്പെടുത്താൻ അവർക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം. ഈയിടെ നടന്ന കുറെ വിവാദ കൊലകളിൽ അത്തരം ചർച്ചകൾ നമ്മുടെയൊക്കെ മുന്നിൽ വന്നിട്ടുണ്ട്. അധ്യാപകർക്ക് ചൂരൽ നൽകൂ, മേടിച്ചിട്ട ചൂരൽ അവരുടെ കയ്യിൽ തന്നെ നൽകൂ, എന്നാൽ കേരളവും യുവാക്കളും നന്നായി തീരുമെന്ന് വിവിധങ്ങളായ മുറവിളികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മതം ധാർമ്മികതയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അത്തരം മതപരമായ ധാർമ്മികതകൾ സ്വീകാര്യമല്ലെന്ന് നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് പലരും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. വ്യഭിചരിച്ചോളൂന്ന് സ്റ്റേജ് കെട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവികൾക്കിടയിലുള്ള ഒരു നൈസർഗികമായ പ്രക്രിയയാണെന്നാണ്. മതമാണ് അതിന് വിരുദ്ധത കൽപ്പിക്കുന്നത് എന്നാണ്, പ്രത്യേകിച്ച് ഇസ്ലാം. ജന്തുക്കളുടെ ഇടയിലുള്ള ഒരു സ്വാഭാവികമായ സംഗതിയാണ് ഈ വ്യഭിചരിക്കൽ. അത് ആർക്കും ആരെയും ചെയ്യാം. ബന്ധങ്ങൾ പോലും അതിന് തടസ്സമാവാൻ പാടില്ല. നമ്മുടെ കേരളത്തിൽ പോലും ഇൻസിസ്റ്റിന്റെ മഹത്വവും പറഞ്ഞിട്ട് ക്ലാസും ക്യാമ്പും നടന്നിട്ടുണ്ട്. എന്താ ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ? പലർക്കും അറിയായിരിക്കും. അടുത്ത രക്തബന്ധുക്കളുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, മകളോട്, സഹോദരിയോട്, ഉമ്മയോടൊക്കെ.
ഇതിൻ്റെ മഹത്വം പറയാനുള്ള ക്യാമ്പുകൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ യുവാക്കളും യുവതികളുമാകുന്ന മക്കളൊക്കെ അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ജാരന്മാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു കയറ്റുന്നതിൽ ഒരു ജാള്യമില്ലാത്ത വിധം മക്കൾ മാറുന്നത്. ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകനാൽ ഗർഭിണിയാവേണ്ടി വരുന്ന ദുരന്ത കഥാപാത്രമാകുന്ന അമ്മ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നത്. സ്വന്തം മാതാവിനെയും കൊച്ചനുജനെയുമൊക്കെ 20-ലേറെ പ്രാവശ്യം ഹാമർ കൊണ്ട് ആഞ്ഞടിച്ച് തല തകർക്കുന്നവർ രൂപപ്പെട്ടു വരുന്നത്. ആ തിരുവനന്തപുരത്തെ ചെറിയ 13 വയസ്സുള്ള കുഞ്ഞിൻ്റെ ബോഡി ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി അത് പൊക്കിയെടുത്ത ആ സാമൂഹിക പ്രവർത്തകൻ കരഞ്ഞുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ബോഡി ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ഞാനിങ്ങനെ താങ്ങിയെടുത്തു, എൻ്റെ കൈ തലയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി എന്നാണ്. 13 വയസ്സുള്ള ഇളം തലയിൽ 20-ലേറെ പ്രാവശ്യം വലിയ ഹാമർ കൊണ്ട് ആഞ്ഞടിച്ചാൽ തലയുടെ ഓട്ടി തകർന്ന് തരിപ്പണായിട്ടുണ്ടാകും. തൊടുന്നവരുടെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും. ഈ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറുന്നത് മതം പാടില്ലെന്നും മതം ധാർമ്മികതയല്ലെന്നും മതം മനുഷ്യനെ അടിമയാക്കുന്നുവെന്നും നമ്മുടെ സ്വാതന്ത്ര്യങ്ങളും നൈസർഗികമായ ലൈംഗികത പോലെയുള്ള എല്ലാ സംവിധാനങ്ങളെയും അടിച്ചൊതുക്കുന്നുവെന്നും നിരന്തരമായി നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റുന്ന വ്യാപകമായ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഏതാനും കാലമായി നമ്മുടെ കേരളത്തിൽ നവനാസ്തികത എന്ന് പറയുന്ന പുതിയ യുക്തിവാദം അങ്ങനെ മുളച്ചു വരികയാണ്. ശരിക്കും പറഞ്ഞാൽ 2009 അവരുടെ നേതാക്കളിൽപ്പെട്ട ഒരു ചങ്ങാതി ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കുന്നു. പിന്നീട് 2010 മുതൽ അതിൻ്റെ പ്രചാരണത്തിന് അയാൾ സയൻസ് ക്യാമ്പുകൾ നടത്തുന്നു. അതിനെ തുടർന്ന് നവനാസ്തികത എന്ന് പറയുന്ന ഈ ധാർമ്മികതയെ ഒട്ടും സമ്മതിക്കാത്ത ആ ഒരു ആദർശ പ്രസ്ഥാനം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു. പല മതങ്ങളിലും പെട്ട പല ചെറുപ്പക്കാരികളും അവരുടെ ആദർശത്തിൽ കുടുങ്ങിപ്പോകുന്നു. പിന്നീട് പറയാനുള്ളത് മൊത്തം ധർമ്മത്തെ നിർവചിക്കുന്ന എല്ലാ ശീലുകളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ചില സാമ്പിളുകളാണ് ഞാൻ പറഞ്ഞത്. അവരുടെ പുസ്തകങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അവരുടെ പുസ്തകങ്ങളിലെ വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങളും ഉദ്ധരണികളും എൻ്റെ മുമ്പിലുണ്ട്. ആകെ മൊത്തം എന്താ പറയുന്നത്? പരിണാമപരമായ ഒരു പുരുഷന്റെ ധർമ്മം മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി എന്നാണല്ലോ അവരുടെ വിശ്വാസം. അതിന് ചില ഡെക്കറേഷനൊക്കെ പുതിയ കാലത്ത് നടത്തുന്നുണ്ട്. എന്നാലും നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച ഫോട്ടോസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഇരുന്ന് നടക്കുന്ന ഒരു കുരങ്ങൻ, പിന്നെ ഇത്തിരി നടന്ന് പൊന്തി, പിന്നെ പൊന്തി ഇങ്ങനെ ഉയർന്നു നടക്കുന്ന മനുഷ്യനാകുന്ന പരിണാമത്തിന്റെ ആ ചിത്രീകരണം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അവ പരിണാമപരമായി മനുഷ്യന്റെ ധർമ്മം എന്താണ്? ഒരാണിന്റെ ധർമ്മം എന്താണ്? അവന്റെ ജനിതക പദാർത്ഥം പരമാവധി സ്ത്രീകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വിശുദ്ധമായ ഒരു സഹസാണത്. എനിക്ക് വിസ്തരിക്കാൻ ചില പരിമിതികളുണ്ട്. ജനിതക പദാർത്ഥം കുട്ടിണ്ടാവാൻ ആവശ്യമാകുന്ന ആ സംഗതി എന്നർത്ഥം. കുട്ടിണ്ടാവാൻ ആവശ്യമായ സംഗതി പരമാവധി സ്ത്രീകളിലേക്ക് എത്തിക്കലാണ് പരിണാമപരമായി പുരുഷന്റെ ദൗത്യം. കാരണം എങ്കിലേ ഈ സ്പീഷീസ് മറ്റൊന്നായി പരിണമിക്കുള്ളൂ. ഇതിങ്ങനെ തുടർന്നു പോകണം. അപ്പൊ പരമാവധി സ്ത്രീകളിലേക്ക് അവന്റെ ജനിതക പദാർത്ഥം എത്തണം. ആ ഒരാവശ്യാർത്ഥം വ്യാപകമായി വ്യഭിചാരം നടത്താം. ആ ഒരാവശ്യാർത്ഥം വേണമെങ്കിൽ ബലാത്സംഗം പോലും സംഘടിപ്പിക്കാം. കാരണം അവൻ നടത്തുന്നത് വിശുദ്ധമായൊരു ദൗത്യമാണ്. ഈ മനവനെന്ന മനുഷ്യനെന്ന ഈ സ്പീഷീസിനെ, ഈ ഒരു ജന്തുവർഗത്തിനെ അടുത്ത ജന്തുവർഗത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ അവൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ് അവൻ്റെ ജനിതക പദാർത്ഥം പരമാവധി സ്ത്രീകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ ആവശ്യാർത്ഥം ചിലപ്പോൾ ബലാത്സംഗം ചെയ്യേണ്ടി വരും, റേപ്പ് ചെയ്യേണ്ടി വരും. അതുപോലും സംഘതമാണെന്നും ഇസ്ലാമാണ് ഇതിനൊക്കെ വിരുദ്ധമായി നിൽക്കുന്നതെന്നും അതുകൊണ്ട് ഇസ്ലാം വിട്ടിറങ്ങൂ എന്ന് ഓരോ ലിബറൽ ചിന്തകളും നൽകി നമ്മുടെ മക്കളുടെ മുമ്പിൽ പ്രേരണ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മതത്തെ ചില ചെറുപ്പക്കാരൊക്കെ ഗൗനിക്കാതിരിക്കുന്നത്. ചില സ്ത്രീകളും പെൺകുട്ടികളൊക്കെ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. കല്യാണം വേണ്ട, പിന്നെയോ അവർക്ക് ജീവിക്കാൻ പണം വേണം, അതിന് ജോലി വേണം, ജോലിക്ക് പറ്റുന്ന വിദ്യാഭ്യാസവും വേണം. ഈ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ അടങ്ങി ഒരുങ്ങി എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കാനുള്ളതല്ല, അടിച്ചു പൊളിച്ച് ജീവിതം ആസ്വദിച്ചു കൊണ്ടാവണം. അതിന് വിരുദ്ധരായ ഏതെങ്കിലുമൊക്കെ ഒരു കുട്ടി ധാർമ്മികത പാലിക്കാൻ വിചാരിച്ചാൽ അവർക്കെതിരെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ കേരളത്തിലാണ് ചില ക്യാമ്പസുകളിൽ ആണും പെണ്ണും പൂർണ്ണ നഗ്നരായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ പൂർണ്ണകായ ഫോട്ടോ ക്യാമ്പസ് ആകം പതിച്ചത് ചില പ്രസ്ഥാനക്കാർ. എന്റെ ചോട്ടിൽ അവർ എഴുതി വെച്ചു, തുറച്ചു നോക്കണ്ട, നീ ഉണ്ടായത് എങ്ങനെയെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ പലതും ആലോചിച്ചാൽ കിട്ടുന്നതൊന്നും എഴുതി വെക്കാനും ഒട്ടിക്കാനും പാടില്ലെന്ന മനുഷ്യൻ എന്ന രീതിയിൽ ഏത് മതമായാലും
മനുഷ്യൻ എന്ന രീതിയിൽ ചില നല്ല ചിന്തകളുണ്ട്. ആ ചിന്തകളെ ഒഴിവാക്കിയിട്ട് മുത്തച്ഛനാകുന്ന കുരങ്ങനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകണം. നമ്മൾ ആലോചിച്ച് നോക്കും, എല്ലാ ഫോട്ടോ അങ്ങനെ ഒട്ടിക്കാൻ പറ്റുമോ? രാവിലെ ടോയ്ലറ്റിൽ പോയി വിസർജനം നടത്തുന്നതിന്റെ പൂർണ്ണകായ ഫോട്ടോ ഒട്ടിച്ചിട്ട് തുറച്ചു നോക്കണ്ട, രാവിലെ എന്താ ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി എന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പർദ്ദയിട്ട് സ്കൂളിലേക്ക് വന്ന പെൺകുട്ടിയെ, കോളേജിലേക്ക് വന്ന പെൺകുട്ടിയെ ചുമരിൽ ചാരി നിർത്തി 2 കൈകൊണ്ടും കാലുകൊണ്ടും ബ്ലോക്ക് ചെയ്തിട്ട് അവളെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ വ്യാപകമായി ക്യാമ്പസിൽ ഒട്ടിക്കുന്നത് ഇതാണ് ജീവിതം എന്ന് പഠിപ്പിക്കാൻ. ഇതിനാണ് ജീവിതം എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു നൽകിയ, അല്ലെങ്കിൽ പരിണാമപരമായി ലഭ്യമായ, അല്ലെങ്കിൽ യാദൃച്ഛികമായി കിട്ടിയ ഏത് രീതിയിലാണെങ്കിലും ഈ ജീവിതം ഒരു മഹത്തായ കർമ്മമാണെന്നും ഭാഗ്യമാണെന്നും അത് കൃത്യമായി വിനിയോഗിക്കണമെന്ന മനുഷ്യനെ മതം പഠിപ്പിച്ച ശീലങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് അതൊന്നുമല്ല കാര്യം, അടിച്ചു പൊളിക്കണം എന്നുള്ളതാണ്. തലശ്ശേരിയിലെ പ്രസിദ്ധമായ ഒരു കോളേജിലെ ഒരു വിദ്യാർത്ഥി സംഘടന ഇറക്കിയ അവരുടെ വാർഷിക പുസ്തകത്തിൽ വളരെ വൃത്തികെട്ട ഒരു കവിത പ്രസിദ്ധീകരിച്ചു. ആ കവിത അങ്ങനെ തന്നെ ചൊല്ലാൻ ഈ മുത്താലിമീങ്ങളും ഉസ്താദുമാരുള്ള സദസ്സിൽ എനിക്ക് പ്രയാസമുണ്ട്. എൻ്റെ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് ഞാൻ അതിൻ്റെ ആകെ ആശയം ഒന്ന് പറയാം. ഉദ്ധരിച്ചു നിൽക്കുന്ന ഈ ലിംഗമുള്ള കൂറന്മാരില്ലാത്ത സ്വർഗത്തിന് വേണ്ടി എന്തിനാ മോളെ നീ നിന്റെ ശരീരം ചാക്ക് പൊതിഞ്ഞു നടക്കുന്നത് എന്നാണ്. ഇവരെങ്ങനെയാ സ്വർഗത്തെ പഠിച്ചത്? ഇവർക്ക് ആരാ സ്വർഗം പഠിപ്പിച്ചത്? പെൺകുട്ടിയോട് വളരെ പ്രതിലോമകരമായി സംസാരിക്കുകയാണ്, നീ സ്വർഗത്ത് പോയാൽ നിനക്ക് പുരുഷന്മാരൊന്നും കിട്ടൂല എന്ന്. അള്ളാഹ് പറഞ്ഞ സ്വർഗം അതല്ല, പരിശുദ്ധ ഖുർആനിലുള്ള സ്വർഗം അതല്ല. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, സ്വർഗത്തിൽ അവർ വിചാരിക്കുന്നത് ലഭ്യമാകും. അതിന് നിയതമായ സംവിധാനങ്ങളുണ്ട്, കൃത്യമായ രീതികളും മാർഗങ്ങളുണ്ട്. പക്ഷേ കോളേജിലെ പൂവാലന്മാർ ധാർമ്മികത പാലിക്കണമെന്ന് നിശ്ചയിച്ച് ഔറത്തുമറച്ച് കോളേജിലേക്ക് പഠിക്കാൻ വന്ന കുട്ടിയെ വട്ടം ചുറ്റി നിന്ന് ചോദിക്കുന്നു, നിനക്ക് സ്വർഗത്ത് പോയാൽ നീ വിചാരിക്കുന്നത് പോലെയുള്ള സംഗതികളൊന്നും കിട്ടൂല, അതുകൊണ്ട് ആ പറഞ്ഞ സംഗതി ഉദ്ധരിച്ചു നിൽക്കുന്ന ഞങ്ങളൊക്കെ അവിടെ റെഡി, ഐക്യു പർദ്ദ എന്നാണ്, ഐക്യു ട്രസ്റ്റിംഗ് എന്നാണ്. എന്തിനാ നിന്റെ ശരീരത്തെ ഇങ്ങനെ കരിഞ്ചാക്കിൽ പൊതിഞ്ഞു നടക്കുന്നത് എന്നാണ്. ഇതിന്റെ ഭാഗമാണ് മദ്യം, ഇതിന്റെ ഭാഗമാണ് മയക്കുമരുന്ന്. കേരളത്തിലെ യുക്തിവാദികളിൽ പ്രധാനിയായ ഒരു വൃദ്ധൻ, അദ്ദേഹത്തിന്റെ ക്ലിപ്പുകൾ നിരന്തരമായി നിങ്ങൾ കാണുന്നുണ്ടാകും, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് അതൊരു വിഷയമുള്ളതുണ്ടോ? അയാൾ എയർ കയറ്റും കരുതിയിട്ടൊന്നുമല്ല. എൻ്റെ പേര് കേട്ടെങ്കിലും ഒരുത്തൻ അയാളെ സെർച്ച് ചെയ്യരുതെന്ന നിഷ്ഠ എനിക്കുള്ളത് കൊണ്ട്. അയാൾ പറഞ്ഞത് കഞ്ചാവ് വിവാദമായി ആകെ കേരളത്തിൽ ഗവൺമെന്റും സംവിധാനങ്ങളും കഞ്ചാവ് വേട്ട തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്? കഞ്ചാവ് നിരോധിക്കലും പിടിക്കലും അല്ല വേണ്ടത്, പിന്നെ അത് കൃത്യമായ രീതിയിൽ ആരോഗ്യപരമായി ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകുകയാണ് വേണ്ടത്. കഞ്ചാവ് പിടിക്കരുത്, കഞ്ചാവുകാരെ അറസ്റ്റ് ചെയ്യരുത്, പിന്നെ അവർക്ക് എങ്ങനെയാണത് കൃത്യമായി ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ സ്കൂളിലൊക്കെ കഞ്ചാവ് ഉപയോഗത്തെക്കുറിച്ച് ക്ലാസ് വേണം, പാഠപുസ്തകത്തിൽ തന്നെ വേണമെങ്കിൽ അത് ഉൾക്കൊള്ളിക്കണം. എന്നിട്ട് സ്കൂൾ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും എല്ലാ മക്കളും കഞ്ചാവുകാരാകണം. മാതാവിനെയും പിതാവിനെയും അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരണം. അന്യസ്ത്രീയും സഹോദരിയെയും വ്യത്യാസമില്ലാതെ അവർക്ക് കാണാൻ കഴിയണം. കൂത്താടണം. കേരളം ഇങ്ങനെ തലതിരിഞ്ഞ ഭ്രാന്തന്മാരുടെ നാടായി മാറണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു അന്തവും ബോധമൊക്കെയുള്ള ഒരു മനുഷ്യൻ പറയണത് കഞ്ചാവ് നിരോധിക്കരുത്, കഞ്ചാവ് ഉണ്ടെടുക്കുന്നവരെ അറസ്റ്റ് ചെയ്യരുത്, പിടിക്കരുത്, പിന്നെ അവർക്ക് സംവിധാനം ഒരുക്കി കൊടുക്കണം. എങ്ങനെ ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ഉപയോഗിക്കാൻ ഇജാസത്തും കൊടുത്തു വിടണം എന്നാണ്. ഇതാണ് മതവിരുദ്ധത. അറിയാതെ കുടുങ്ങിപ്പോവാൻ നമ്മുടെ മക്കളൊക്കെ അതിൽ. ഞാൻ നന്മ കൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് വലിയ റോളുണ്ട്. ഇന്നലെ സുഹൃത്ത് അനസമാനി നമ്മുടെ മക്കളെ എങ്ങനെയാണ് ശിക്ഷണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചായിരുന്നു ക്ലാസ് എടുത്തത്. ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പാരന്റിങ്ങിലേക്ക് ഞാൻ പോവുകയല്ല, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സിലേക്കും ഞാൻ പോവുകയല്ല. നേരെ മറിച്ച് നമ്മുടെയൊക്കെ മക്കൾ ഇസ്ലാമിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. നിരന്തരമായി നമ്മുടെ മക്കളോട് നമ്മൾ പറയേണ്ടത് ഇസ്ലാമിനെ കുറിച്ചാണ്. ഈ ഭാഗ്യം മരിക്കുവോളം നിലനിർത്തണമെന്നാണ്. 2-3 പിതാക്കളുടെ കഥ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. സൂറത്ത് അൽ ബഖറയുടെ 130 മുതലുള്ള വാക്യങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും യാക്കൂബ് നബിയെയും പരിചയപ്പെടുത്തുന്നു. അവരുടെ പലവിധ പോരിശകളും പ്രത്യേകതകളും ഖുർആനിലുണ്ട്. പക്ഷെ ഞാൻ ഈ ഉദ്ധരിച്ച ഭാഗത്ത് അവരും അവരുടെ മക്കളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വളരെ മനോഹരമായ ചില നിമിഷങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും മക്കളോട് ഉപദേശിച്ചൊരു കാര്യം. ഇങ്ങനെ പോന്ന് അം കുൻതും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി.
ഇത് ഖാല ലിബനീഹി യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് നബി മക്കളെ വിളിച്ചിട്ട് പറയാണ്. ഇബ്രാഹിം നബിയും അത് മക്കളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ അതിന്റെ മുന്നേ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് യാക്കൂബ് നബി മക്കളോട് പറയുന്നത്? യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ദീനിനെ മതമായി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഇനി മുസ്ലിങ്ങളായിട്ട് വേണം മരണപ്പെടാൻ. ഇനി മുസ്ലിങ്ങളായിട്ട് വേണം മരണപ്പെടാൻ. നമ്മൾ മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി വളർന്നു, പലപ്പോഴും മദ്രസയിലൊക്കെ പഠിക്കാൻ പോയി, കോളേജിലൊക്കെ പഠിച്ചു. പക്ഷെ മരിക്കുന്ന സമയത്ത് ഈമാൻ ഇല്ലാതെ പോയാൽ നിങ്ങളുടെ ജീവിതം വ്യർത്ഥം. അതുകൊണ്ട് ഒരു ഗുണവും കിട്ടൂല. അതുകൊണ്ട് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടേ ഇനി മരിക്കാവൂ. നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിന്റെ മഹത്വം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ശ്രേഷ്ഠത പറഞ്ഞു പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും മതത്തിന്റെ ശീലുകൾ എന്താണെന്നും അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നും വ്യതിചലിച്ചാലുള്ള ദോഷങ്ങളും പ്രശ്നങ്ങളും എന്താണെന്നും പിതാക്കളും മാതാക്കളും രക്ഷിതാക്കളുമാകുന്ന ഓരോരുത്തരും ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. അത് ബാധ്യതയാണ്. എങ്കിലാണ് ദീൻ ഖിയാമത്ത് നാൾ വരെ വൃത്തിയായി നിലനിന്നു പോകുള്ളൂ. ഇനി നബി വരില്ലെന്നത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി നബി വരില്ലെന്ന് നമുക്കൊക്കെ ബോധമുണ്ട്. പിന്നെ എങ്ങനെ ഖിയാമത്ത് നാൾ വരെ മതം നിലനിൽക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും അതിൻ്റെ പ്രചാരകരായി മാറണം, പ്രബോധകരായി മാറണം. നമ്മുടേതായ മേഖലകളിൽ പരിശുദ്ധ ദീനിനെ ജീവിച്ചുകൊണ്ടോ കൽപ്പിച്ചുകൊണ്ടോ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ തോറ്റുപോകരുത് നമ്മൾ. മക്കളുടെ മുമ്പിൽ തലകുനിച്ചു പോകരുത് നമ്മൾ. സമൂഹത്തിൽ ഒരിക്കലും ദീനി വിഷയത്തിൽ നമുക്ക് യാതൊരു ചാഞ്ചല്യവും സംഭവിക്കരുത്. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അള്ളാഹു നിങ്ങൾക്ക് ദീനിനെ മതമായി ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വിശാലമായ ഒരു ഹദീസിൽ കാണാം, ചില ആളുകൾ ദീനിൽ ജനിക്കും, ദീനിൽ വളരും, വളർന്ന് 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 ദീനിലൂടെ പോയി 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 ഏകദേശം അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരു മുഴം മാത്രം ശേഷിക്കെ ദീനീ വിരുദ്ധമായ മതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വല്ല കർമ്മങ്ങളും അവൻ പ്രവർത്തിക്കും. അങ്ങനെ നരകത്തിലേക്ക് ചെന്നു പതിക്കും. പടച്ച റബ്ബ് കാത്ത് ട്ടെ. ഇസ്ലാമിൽ വളർന്നു, ഇസ്ലാമിൽ ജീവിച്ചു. പക്ഷേ ഇസ്ലാമുമായി ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽ അവന് ദീനിനോട് വിരക്തി വന്നു. നമ്മുടെ മക്കളെ പോലെ, പെൺകുട്ടികളൊക്കെ പോലെ അവര് കരുതുന്ന ആർഭാടത്തിന് മതം തടസ്സമാണെങ്കിൽ ആ മതം ആർക്ക് വേണമെന്നവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കല്യാണം വേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സാന്നിധ്യം ഉണ്ടായിട്ടും അതിവിദഗ്ധമായി അവരിഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ നട്ടപ്പാതിരക്ക് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്താണ്. എല്ലാ ആഘോഷങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് അകലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റയിൽ പരിചയപ്പെടുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരന് വേണ്ടി ദീർഘയാത്ര ചെയ്യാണ്. പെണ്ണിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ആണുങ്ങളും നൈമിഷികമായ ആനന്ദം കൊണ്ട് ജീവിതം തീർന്നു എന്നവർ തെറ്റിദ്ധരിക്കുകയാണ്. കല്യാണം വേണ്ടെന്ന് പല പെൺകുട്ടികളും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഈയിടെ നടന്ന ഒരു റിപ്പോർട്ട് പ്രകാരം 10 വർഷമാകുമ്പോഴേക്ക് അവരുടെ എണ്ണം വർദ്ധിച്ചു വരുമെന്നും ആണുങ്ങൾക്ക് ഔദ്യോഗികമായി കല്യാണം കഴിക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ കേരളം മരവിച്ചു പോകുമെന്നുമാണ്. കല്യാണം വേണ്ട, എന്തേ പ്രശ്നം? കല്യാണം കഴിച്ചാൽ അടിമയായി പോകുന്നതാണ്. എന്താ അടിമ? ഭർത്താവിനോടൊപ്പം സഹകരിച്ച് ജീവിക്കേണ്ടി വരും. നട്ടപ്പാതിരക്കും ഏത് സമയത്തും അസമയത്തും ഇറങ്ങിപ്പോകാൻ കഴിയില്ല. ഭർത്താവിനോടൊന്ന് പറയേണ്ടി വരും. കയറി വരാൻ കഴിയില്ല. പലരുമായി കൂത്താടാൻ പറ്റൂല. ആടാനും പാടാനും കഴിയാതെ വരും. അപ്പൊ അത് അടിമത്വം. ഭർത്താവിന് ചായ ഇട്ട് കൊടുത്താൽ ദാസിപ്പണി. പിന്നെന്ത് വേണം? ഏതെങ്കിലും ഓഫീസിൽ ജീവനക്കാരിയാവണം. അവിടെയുള്ള സർവ്വ മനുഷ്യർക്കും ചായ കൊടുക്കണം. മാനേജർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കണം. അയാൾ കുടിച്ച ഗ്ലാസും പാത്രവും കഴുകി വെക്കണം. പഴത്തിൽ കൊണ്ടുപോയി വേസ്റ്റ് ബക്കറ്റിൽ നിക്ഷേപിക്കണം. അതൊന്നും അടിമത്തല്ല, സ്വാതന്ത്ര്യം മാത്രം. അതൊന്നും അടിമത്തല്ല, പുരോഗമനം മാത്രം. എന്നിട്ട് പണം സ്വരവ് കൂട്ടി അടിച്ചു പൊളിച്ച് ജീവിക്കുക. കല്യാണമായി കഴിഞ്ഞാൽ അതൊരു ബാധ്യതയാണെന്നാണ്, ബന്ധനാണെന്നാണ്. ഡോക്ടർ മാറ്റുവല്ലൂരിന്റെ വിവാഹ സംബന്ധിയായ പുസ്തകത്തിന്റെ പേര് പോലും വിവാഹം, ബന്ധം, ബന്ധനം എന്നാണ്. പിന്നെ അവരുടെ ലൈംഗിക താല്പര്യങ്ങളോ അതിനിഷ്ടം പോലെ മാർഗങ്ങൾ ഉണ്ടാവുന്ന അവർ നിശ്ചയിക്കുന്നു. പ്രധാനമായും ലിവ് ഇൻ ടുഗദർ. കുറെ കാലം ഏതെങ്കിലും ചെറുപ്പക്കാരനോടൊപ്പം ജീവിക്കുക, അത് കഴിഞ്ഞ് വേണ്ടെന്ന് വെക്കുക. രണ്ടുപേരും വേറെ ഓരോരുത്തരെ കണ്ടുപിടിക്കുക. മാസങ്ങളാകാം, ആഴ്ചകളാവാം, ദിവസങ്ങളാവാം. ഇഷ്ടം പോലെ തോന്നിവാസവും ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരാലോചിക്കണം, ആരൊക്കെയോ പറഞ്ഞു പറ്റിച്ചു പോയതാണ്. ഫെമിനിസം എന്ന് പറയുന്ന ആദർശം ഉണ്ടായിരുന്നു നമ്മുടെ നാടുകളിൽ.
അവർ പറഞ്ഞത് പുരുഷ വിരോധമായിരുന്നു. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, അതിന് പരിഹാരം വേണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അതിന് പരിഹാരത്തിന് ഏറ്റവും മുന്നിൽ സമരം ചെയ്യുന്നത് പരിശുദ്ധ ഇസ്ലാമായിരിക്കും. കൊന്നു കുഴിച്ചു മൂടിയുന്നൊരു കാലം ഉണ്ടായിരുന്നു. കൊല്ലുന്നതിന് മുമ്പ് പച്ചക്ക് കുഴിച്ചു മൂടുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ ചില ഗോത്രവർഗക്കാർ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ അവിടുന്ന് ഒരു കുട്ടിയെ ചുംബിക്കണത് കണ്ടപ്പോ, മക്കളെ ചുംബിക്കാവോ, എനിക്ക് 9 പേരുണ്ടായി, ഒരാളെയും ഞാൻ ചുംബിച്ചില്ലെന്ന് പറയുന്ന ഒരു സഹാബി വര്യനുണ്ട്, ദിഹിയത്തുൽ കലബി. എല്ലാം പെൺകുട്ടികളായിരുന്നു, യാദർച്ഛികമാം. ഓരോരുത്തരെയും ഞാൻ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു മഹാൻ. ഇസ്ലാമിലേക്ക് വന്നാൽ എല്ലാം പൊരുത്തപ്പെടുമെന്നായിരുന്നു അവിടുത്തെ ചോദ്യത്തിന്റെ താല്പര്യം. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. അവസാനം എൻ്റെ ഭാര്യ 9ാമതും പ്രസവിച്ചു. എൻ്റെ ഭാര്യ എന്നോട് കെഞ്ചി പറഞ്ഞു, 9 പേരെ പെറ്റിട്ടും ഒരാളെയും നോക്കി വളർത്താൻ പറ്റാത്തയാളാണ് ഞാൻ. ഒരു കുഞ്ഞിൻ്റെയും ഓട്ടവും ചാട്ടവും കാണാൻ പറ്റാത്ത ഹതഭാഗ്യയാണ് ഞാൻ. ഒരു കുഞ്ഞിൻ്റെയും നാവിൽ നിന്ന് ഉമ്മ എന്നുള്ള വിളി കേൾക്കാനുള്ള സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞിനെങ്കിലും വളർത്താൻ എന്നെ സമ്മതിക്കണം, വളരെ രഹസ്യമായി ഞാൻ വളർത്തിക്കോളാം. അത് ന്യായമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ സമ്മതം കൊടുത്തു. കുട്ടി വലുതായി വന്നു. പൊട്ടിച്ചിരിയും കരച്ചിലും പുറത്തു കേൾക്കാൻ തുടങ്ങി. തടസ്സങ്ങൾ മറികടന്ന കുട്ടി മുറ്റത്തിലൂടെ ഓടിക്കളിക്കാൻ തുടങ്ങി. അതോടുകൂടെ വീട്ടിൽ ഒരു പെൺകുഞ്ഞു വളരുന്നുവെന്ന് ആ ഗോത്രത്തിലെ പല ആളുകളും മനസ്സിലാക്കി. ദിഹത്തുൽ കൽബി അങ്ങാടിയിലൂടെ പോകുമ്പോൾ അവരിങ്ങനെ ചൂണ്ടി പറയാൻ തുടങ്ങി, പെൺകുഞ്ഞിനെ വളർത്തുന്നു എന്ന്. അപമാനം കൊണ്ട് എൻ്റെ തല താഴ്ന്നു. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്കൊരു സൽക്കാരമുണ്ട്, ഒരു സദ്യ ഉണ്ട്, മോളെ കുളിപ്പിച്ചൊരുക്കി തരണം, ഞങ്ങൾ പോയി സദ്യ കഴിച്ചു വരാം. സന്തോഷത്തോടു കൂടെ ഉമ്മ നൽകിയിട്ട് എൻ്റെ മോളെ ഒരുക്കി എൻ്റെ ഭാര്യ എൻ്റെ കയ്യിൽ തന്നു. ഞാനങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു. കരുതി വെച്ച പൊട്ടക്കിണറിന്റെ പരിസരത്തി എൻ്റെ മോളെ വാരി ഞാൻ ആ കിണറിലേക്ക് എറിഞ്ഞു. ആ ഏറുകൊണ്ട് എൻ്റെ കുട്ടി മരിച്ചോയില്ല, എന്നെപ്പാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നു. കുട്ടി മരിച്ചില്ലെന്ന് ബോധ്യമായപ്പോ അപ്പുറത്തുള്ള ഒരു പാറ ഞാൻ ഉരുട്ടി കൊണ്ടുവന്ന് എൻ്റെ മോളുടെ തലയിലേക്ക് തള്ളിയിട്ടു. റസൂലേ, താൻ റസൂൽ വല്ലാതെ കരഞ്ഞു, സങ്കടപ്പെട്ടു, ഗദ്ഗതകണ്ഠനായി. അവിടുത്തെ കണ്ണു ചുമന്നു. വിഷമം കൊണ്ട് ശരീരമാകെ വിറച്ചു. സഹാബാക്കിറാം ആ സഹാബി വര്യനോട്, അള്ളാഹിന്റെ റസൂലിനെ വല്ലാതെ വിഷമിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ആക്ഷേപം തുടങ്ങി. ഇത്രമേൽ മൃഗീയമായി പെണ്ണുങ്ങളെ, സ്ത്രീകളെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് ജീവിക്കാനുള്ള പരമമായ അവകാശം നേടിക്കൊടുത്തത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എങ്ങനെയാണ് മോളെ പോറ്റേണ്ടതെന്ന് അവിടുന്ന് പഠിപ്പിച്ചെന്നു. നിങ്ങൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സാധനം ഓഹരി വെക്കുമ്പോൾ മൂത്ത വിഹിതം പെൺകുട്ടിക്ക് നൽകണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. സൃഷ്ടിപരമായ അവൾ അബലയാണ്. അതുകൊണ്ട് മൂത്ത വിഹിതം പെൺകുട്ടിക്ക് കൊടുക്കണം. ആൺകുട്ടികളും പുരുഷന്മാരും കഴിച്ചു തീർന്നിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ വീടകങ്ങളിലെ സ്ത്രീകൾ കഴിക്കണം, പെൺകുട്ടി കഴിക്കണം എന്നല്ല, അവർക്ക് മൂത്ത ഓഹരി കൊടുക്കണം എന്ന് പറഞ്ഞു. പ്രഖ്യാപനത്തിനപ്പുറം എങ്ങനെയാണ് പെൺകുട്ടിയെ വളർത്തേണ്ടത് എന്ന് അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്നു. തൻ്റെ ഓരോ പെൺമക്കളോടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും റുഖിയ ബീവിയുടെയും അടുത്തേക്ക് ഒരു കാര്യത്തിന് വേണ്ടി ഒരു ശിഷ്യനെ പറഞ്ഞേക്കുണ്ട് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുതിയ സമയത്തിലേറെ വൈകിയ ശിഷ്യൻ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്തേ നിനക്ക് നേരം വൈകി എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ എന്ന്. ആ ശിഷ്യൻ അങ്ങനെ തന്നെ ഒരു കൗതുകം തോന്നി, എന്നാ പറഞ്ഞു തരൂ. അന്ന് ആണും പെണ്ണും കാണാൻ പാടില്ലെന്ന് മസ്അല ഇറങ്ങാത്ത, സൂറത്തു അൽ അഹ്സാബിന്റെ 33-ാമത്തെ വചനം ഇറങ്ങാത്ത കാലാണ്. അന്ന് ആണും പെണ്ണും കാണുന്നതിന് വിരോധമല്ലായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ മോൾ റുഖിയമ്മൂന്റെയും പ്രിയപ്പെട്ട ഭർത്താവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും സൗന്ദര്യം കണ്ട് മതിമറന്ന് നിന്നുപോയി എന്നാണ്. ആ സഹാബിയരും സമ്മതിച്ചു, അതന്നെ പറ്റിയത് എന്ന്. തന്റെ പെൺമക്കളെ പറ്റി അവസരം കിട്ടുന്നിടത്തൊക്കെ അവിടുന്ന് പുകഴ്ത്തി. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പുറത്തേക്ക് ചെന്ന് കൈപിടിച്ച് ചുംബനം കൊടുത്ത് തോള് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് താനിരുന്ന സ്ഥലത്ത്, താനിരുന്ന വിരിപ്പിൽ പ്രിയപ്പെട്ട മോളെ ഇരുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. എത്രമേൽ ബന്ധമായിരുന്നു ഫാത്തിമ ബീവി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഫാത്തിമ ബീവിയും അലിയാരി തങ്ങളും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടെ എത്തുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ട മകളുടെയും മരുമകന്റെയും ഇടയിൽ കയറിയിരിക്കുന്നുണ്ട് ഹബീബായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് സങ്കല്പിക്കൂ, മകളും ഭർത്താവും. നമ്മുടെ മകളും മരുമകനും ഇരിക്കുന്ന റൂമിൽ കയറിയിട്ട് അവർ രണ്ടാളും കിടക്കുന്ന ബെഡിന്റെ നടുവിൽ വാപ്പ ഇരിക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ചു. ഫാത്തിമ ബി പറയുന്നുണ്ട്, പിതാവ് മഞ്ഞിൽ നിന്ന് വന്ന കാരണം അവിടുത്തെ ശരീരം തണുത്തിരുന്നു,
എൻ്റെ പിതാവിൻ്റെ കാല് തട്ടിയിട്ട് എൻ്റെ കഴുത്തിന് തണുപ്പ് പിടിച്ചു എന്ന്. ആട്ടിയിറക്കി പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവർക്ക് മുമ്പിൽ എങ്ങനെയാണ് പെൺകുട്ടിയെ വളർത്തേണ്ടതെന്ന് കൃത്യമായി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. മതഗ്രന്ഥങ്ങളിൽ സ്ത്രീക്ക് സ്വത്തവകാശം പതിച്ചു നൽകുന്ന ഏക ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ഞാൻ ആ വശത്തേക്ക് കിടക്കല്ല. നമ്മുടെ അരുന്ധതി റോയിയുടെ അമ്മ സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം കിട്ടാൻ. കോടതിയാണ് വിധിച്ചത്, ബൈബിളല്ല. കോടതിയാണ് വിധിച്ചത്. 1950 ഹിന്ദു ആക്ട് പുറത്തു വരുന്നതിന്റെ മുമ്പ് ആ മതത്തിലെ സ്ത്രീകളുടെയും അവസ്ഥ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് അനന്തരാവകാശം നൽകി. പലപ്പോഴും പുരുഷനേക്കാൾ ഇരട്ടിയും രണ്ടിരട്ടിയും നൽകി. ഒരു സ്ത്രീ മരണപ്പെടുന്നു, അവർക്കൊരു പെൺകുട്ടിയുണ്ട്, ഭർത്താവുണ്ട്. 4 ഓഹരി വെച്ചിട്ട് ഭർത്താവിന് 1 ഓഹരി കൊടുക്കണം, 3 ഓഹരിയും പെൺകുട്ടിക്ക് കൊടുക്കണം. ഇരട്ടി കിട്ടുന്ന മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ തുല്യമാണ്. ചില സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് പുരുഷന്റെ പകുതിയെ കിട്ടൂ. പെണ്ണിന് ആത്മാവുണ്ടോ എന്ന ആധുനിക യൂറോപ്പിൽ പോലും ക്രൈസ്തവ സഭകൾക്കിടയിൽ ചർച്ച ഉണ്ടായിരുന്നു. പെണ്ണിന് ആത്മാവുണ്ടോ? അവിടെ നിന്ന് സ്ത്രീയുടെ സ്വത്വത്തെ പഠിപ്പിക്കുകയല്ല, അത് പ്രയോഗിച്ച് കാണിക്കുകയായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിന്റെ കഷ്ണമാണ്. ആരെങ്കിലും ഫാത്തിമയെ സ്നേഹിച്ചാൽ എന്നെ സ്നേഹിച്ചു, ആരെങ്കിലും ഫാത്തിമയെ വെറുത്താൽ അവൻ എന്നോട് വെറുപ്പ് കാണിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ മാത്രം സ്ത്രീജനങ്ങളുടെ ആത്മാഭിമാനത്തിന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ നിന്നു. എന്നിട്ട് ആ ഫെമിനിസ്റ്റുകൾ പറയണത് സ്ത്രീക്ക് ഭയങ്കര പീഡനാണ്, അതുകൊണ്ട് പുരുഷവിരോധം എല്ലാവർക്കും പഠിപ്പിക്കണം. പുരുഷവിരോധം പഠിപ്പിക്കലല്ല, സ്ത്രീ പീഡനം ഇല്ലാതെയാക്കലായിരുന്നു ബുദ്ധി. സർവ്വ സ്ത്രീകളെയും പറഞ്ഞു പറ്റിച്ചു. അതുകൊണ്ട് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു, ദാമ്പത്യം വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ ഫെമിനിസത്തിന്റെ ആദർശം ഏറ്റെടുത്ത് പ്രയോഗവൽക്കരിച്ച യൂറോപ്പിന്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ മനസ്സിലാക്കുക. അമേരിക്കയിൽ 4,80,00,000 ജാരസന്താനങ്ങൾ ഇപ്പോഴും ഉണ്ട്. 4,80,00,000 ജാരസന്താനങ്ങൾ. ഏകദേശം 5 കോടിയോളം, 10-35 കോടി മനുഷ്യരുള്ള അമേരിക്കയിൽ 5 കോടിയോളം പിതാവില്ലാത്ത മക്കളാണ്. ഈ മക്കളുണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക ദുരന്തങ്ങളെ കുറിച്ചുള്ള ആധികാരിക പഠനങ്ങളുണ്ട്. ഇന്നും മാർക്കറ്റിൽ ബെസ്റ്റ് സെല്ലറാണ് ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം. എന്താ അതിന്റെ പ്രമേയം? ഫാദർലെസ് അമേരിക്കയുടെ പ്രമേയം എന്താണ്? അമേരിക്കയിലെ ജാരസന്താനങ്ങൾ, അച്ഛനാരാന്നറിയാത്ത കുട്ടികൾ ഉണ്ടാക്കുന്ന സാമൂഹിക ദുരന്തം, സാമ്പത്തിക പ്രതിസന്ധികൾ. നിഷേധിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തേ കാര്യം? കല്യാണം വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് വ്യാപകമായി 7ാം ക്ലാസ്സുകാരെയും 6ാം ക്ലാസ്സുകാരെയും പ്രസവിച്ചു തുടങ്ങി. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും തുരിതര പ്രസവിക്കും. അതിന്റെ മേലുള്ളവരും അങ്ങനെ തന്നെ പ്രസവിക്കും. ഈ ദുരന്തമെല്ലാം സഹിക്കാൻ പെൺകുട്ടി വിധേയയായി. അതാണല്ലോ ഏറ്റവും വലിയ വിഷയം. ഒരു പ്രണയവിവാഹത്തിൽ ഗർഭം ഉണ്ടാവുമ്പോഴേക്ക് അവർ സഹിക്കുന്ന പീഡനങ്ങൾ എത്രയാണ്? അത് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റുവല്ലൂരൊക്കെ. ഞാൻ അങ്ങോട്ട് കിടക്കല്ല. ഇനി അതൊന്നും ഇല്ലാതെ അവിഹിതമായി ഗർഭം ഉണ്ടായാലോ? നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കുക. ഈ സാമൂഹിക ക്രമത്തിൽ അതുണ്ടാക്കുന്ന ഭീഷണി എത്രയാണ്? ഒരു പെൺകുട്ടി എങ്ങനെയാണ് തൻ്റെ ഈ അവിഹിതമായ ഗർഭം 9 മാസവും 10 ദിവസവും സൂക്ഷിച്ചു കൊണ്ട് കിടക്കുന്നത്? പെൺകുട്ടികൾക്ക് ഗർഭമുണ്ടായതിന് അനുഭവം ഉണ്ടാവും, വാപ്പമാർക്ക്, ഭർത്താക്കന്മാർക്ക്. സ്ത്രീകൾക്ക് അത് നേരിട്ട് തന്നെ അനുഭവം ഉണ്ടാവും. എത്രമേൽ പ്രയാസങ്ങൾ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നത് ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, പ്രയാസത്തിനുമേൽ പ്രയാസമായിട്ടാണ് ഉമ്മ ഗർഭം ചുമക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ആരോട് വിധേയപ്പെടണമെന്ന ചോദ്യവുമായി തന്നെ സമീപിച്ച സഹാബിവര്യനോട് 1ാം വട്ടവും 2ാം വട്ടവും 3ാം വട്ടവും നിന്റെ ഉമ്മനോട് എന്ന് പറയുന്നത് ചില്ലറ സംഭവമല്ലത്. അത് ചില്ലറ സംഗതിയല്ല. നമ്മൾ ആണുങ്ങളത് അങ്ങനെ അത്രമേൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? 9 മാസവും 10 ദിവസവും ഗർഭകാലം. ഒട്ടുമിക്ക ഭക്ഷണവും കഴിക്കാൻ കഴിയാതെ വരും. കഴിച്ചതൊക്കെ ഛർദ്ദിച്ചു പോയിക്കൊണ്ടേയിരിക്കും. ശരീരത്തിന് കൂടുതൽ ഊർജം വേണ്ടി വരും. അവളുടെ വയറിൽ വളരുന്ന കുഞ്ഞിനു കൂടെയുള്ള ഭക്ഷണം, ആ ഊർജം, ഓക്സിജൻ ഈ ഉമ്മയിൽ നിന്ന് ചോർത്തിയെടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല. കഴിക്കണതൊക്കെ അങ്ങനെ ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചില സ്പെഷ്യൽ രോഗങ്ങൾ ഭീഷണിപ്പെടുത്തും. വെരിക്കോസിൽ വെയിൻ, പല സ്ത്രീകളുടെയും കാലിൽ ഞരമ്പ് തുടിക്കും. അത് പൊട്ടിയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകും. പല സ്ത്രീകൾക്കും പൈൽസ് ഉണ്ടാകും.
ഗർഭകാലത്ത് മാത്രം ഉണ്ടാവുന്ന ഷുഗർ ഉണ്ടാകും, ഉറക്ക് നഷ്ടപ്പെടും, എന്ത് സ്മെല്ല് ആസ്വദിക്കേണ്ടി വന്നാലും ഛർദി വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ പീഡനത്തുമേൽ പീഡനം, വഹിനന്നല വഹിൻ, അവർ ഗർഭം ചുമയ്ക്കുന്നു. അള്ളാന്റെ റസൂലിനോട് ഏറ്റവും കൂടുതൽ ഞാൻ ആരോട് ആർദ്രത കാണിക്കണം എന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂലിന് ഒന്നാമതായി നിന്റെ ഉമ്മനോട് എന്ന് പറയാൻ കൂടുതൽ കാരണമൊന്നും വേണ്ട. അത് കഴിഞ്ഞുള്ള പ്രസവം ശാസ്ത്രലോകത്ത് തർക്കമുണ്ട്, വേദനയ്ക്ക് മാപിനി വെക്കാൻ പറ്റുമെന്ന്, വേദനയ്ക്കൊരളവ് കണക്കാക്കാൻ പറ്റുമെന്ന് ശാസ്ത്രലോകത്ത് തർക്കമുണ്ട്. അത് പറ്റുമെന്ന് പറയുന്ന ചില സയന്റിസ്റ്റുകൾ പറയുന്നത് ഗർഭകാലത്ത് ഏകദേശം പ്രസവ സമയത്ത് 50ഓളം ഡെൽ വേദന സഹിക്കുന്നു എന്നാണ്. ഒരു 40-42 ഡെൽ വേദന സഹിക്കുമ്പോഴേക്ക് ആരോഗ്യമുള്ള പുരുഷൻ പോലും ബോധം കെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവരും ബോധം കെടണില്ലേ? തൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്നു വീഴുന്ന തൻ്റെ ജീവന്റെ തുടിപ്പിനെ കാണാൻ അങ്ങനെ ബോധം കെട്ട് കിടക്കാൻ പറ്റൂല എന്ന് അവരുടെ ഉപബോധ മനസ്സ് പറയുന്നു. അള്ളാന്റെ റസൂൽ രണ്ടാമതും പറഞ്ഞു ഉമ്മനോട്. പിന്നെ 2 വർഷത്തിലേറെ നമ്മളെ കഷ്ടപ്പെട്ടൊരു വളർത്തലുണ്ട്. അവിടെ എല്ലാ ശ്രദ്ധയും കുഞ്ഞിലായിരിക്കും. അവർ ഭക്ഷണം കഴിക്കൂല, ഉറങ്ങൂല, നേരാവണ്ണം കുട്ടി കുട്ടി എന്നും പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങളൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, മക്കൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിനി ലോറി ആ വീടിന്റെ മതിൽ തകർത്ത് കടന്നു വരുന്നത്. ആ കുട്ടികളെ കയറ്റുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് കടന്നു വരുന്നത്. ഒരു ഉമ്മണ്ട് പുറത്തേക്ക് വന്നിട്ട്, ഒരു ചെറുപ്പക്കാരി. പടച്ചോനെ എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്ന ഒരു പരാക്രമമുണ്ട്, അതാണ് ഉമ്മ. പടച്ചോനെ എൻ്റെ കുട്ടികൾ എവിടെയെന്നും പറഞ്ഞിട്ട് അവർക്ക് പിന്നെ ഡ്രസ്സോ തലയെക്കെട്ടോ മുണ്ടോ ഒന്നും നോക്കാൻ സമയം കിട്ടൂല. ഇങ്ങനെ കണ്ണു ചിമ്മാതെ നമ്മുടെ പോറ്റി വളർത്തിയ 2 വർഷമുണ്ട്. അള്ളാന്റെ റസൂൽ 3ാമത് മാർക്കിട്ടു ഉമ്മക്കാൻ നിന്റെ ഉമ്മനോട് എന്ന്. ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീക്ക് പരസഹായം വേണ്ട ഗർഭകാലം എങ്ങനെയാണ്? ഈ പ്രണയത്തിലൊക്കെ കൊഞ്ചി നടന്ന് അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ ഗർഭം ചുമന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ പെൺകുട്ടി മറച്ചു വെക്കണത് നമുക്കറിയില്ല. അതിനുശേഷമുള്ള പ്രസവം നമ്മൾ വായിച്ചിട്ടുണ്ട് വാർത്ത. തിരുവനന്തപുരത്ത് 6ാമത്തെ നിലയിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ഒരു കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ കൊന്ന് വലിച്ചെറിഞ്ഞു ഇങ്ങനത്തെ ഒരു അമ്മ. 6ാം നിലയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക 10 മാസം ആരും അറിയാതെ ഗർഭം സൂക്ഷിച്ചു ആ പെൺകുട്ടി. എന്നിട്ട് ബാത്റൂമിൽ കയറി സ്വന്തം പ്രസവിച്ചു, ഒരാളുടെ സഹായമല്ലാതെ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന അവരുടെ ആശങ്കക്കൊരൊറ്റ പരിഹാരമുള്ള കഴുത്ത് ഞെക്കി കൊല്ലാം. ആ നവജാത ശിശുവിനെ കഴുത്ത് ഞെക്കിയ അമ്മ കൊന്നുകളഞ്ഞു. ഇനി എന്ത്? അപ്പോഴാണ് ബേജാറ് പിടിച്ച് അവർ ഓടി നടക്കുന്നതും ഒരു കവർ കിട്ടുമ്പോൾ അതിലെ നിക്ഷേപിച്ചുകൊണ്ട് 6ാം നിലയിൽ നിന്ന് പൊന്തക്കാട്ടിലേക്ക് സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിയുന്നതും. പിറ്റേ ദിവസമാണ് ചില ആളുകൾ കണ്ടത് ആകെ ഉറുമ്പ് പൊതിഞ്ഞൊരു കവർ. അവർ തുറന്നു നോക്കുമ്പോൾ 2 കണ്ണും ഉറുമ്പ് തിന്നു പോയിട്ടുണ്ട്. ആ കുഞ്ഞുമോന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഉറുമ്പ് തിന്നു പോയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഇപ്പൊ ബാലാവകാശമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഉസ്താദ് ഒരു കുട്ടിയെ ഗുണദോഷിക്കാൻ വേണ്ടി ഒന്ന് വഴക്ക് പറഞ്ഞാൽ 60 കൊല്ലം പോക്സോ എന്ന് പറഞ്ഞിട്ട് ജയിലിലിടും. അദ്ദേഹത്തിന്റെ കുടുംബം മൊത്തം മാനം കെടും. അദ്ദേഹം ചെയ്തതൊന്ന് വഴക്ക് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു അടി കൊടുത്തതായിരിക്കും. ബാലപീഡനം എന്നാണ് റിപ്പോർട്ട് വരിക. അതോടുകൂടെ നമ്മളൊക്കെയും അയാളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ഈ വയസ്സുകാലത്ത് മൂപ്പർക്ക് തോന്നിയല്ലോ ഇതിനൊക്കെ. അവിടെയാണ് എല്ലാ കമ്മീഷനും വരൽ. നേരെ മറിച്ച് ഈ കുഞ്ഞിനെ കൊന്നു വലിച്ചെറിയുമ്പോൾ ഇങ്ങനെ തോന്നിയാസം കാട്ടി താന്തോന്നിത്തം കാട്ടി നടക്കുമ്പോൾ അതിനൊക്കെ പ്രോത്സാഹന കൊടുക്കേണ്ടതെന്ന് ഈ സാമൂഹിക സാഹചര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊന്നു വലിച്ചെറിഞ്ഞു. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ആ പെൺകുട്ടിയെ നല്ല മനോഹരമായി കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് എത്തിക്കുന്നു. അവളെ ആദരിക്കുകയും മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നു. കുടുംബത്തിന്റെ സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓരോ കുടുംബവും അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്തായിരിക്കും? പ്രിയപ്പെട്ട സഹോദരി, വിശേഷമുണ്ടോ എന്നായിരിക്കും. 2-3 മാസം കഴിയുമ്പോഴേക്ക് തുടങ്ങും വൃദ്ധരായ സ്ത്രീകൾ വിശേഷമുണ്ടോ എന്ന് ചോദിക്കൽ. അങ്ങനെ ഒരു ഗർഭത്തിന്റെ സാധ്യത തെളിഞ്ഞു വന്നാൽ പിന്നെ 2, 3, 4 കുടുംബങ്ങളിൽ ആഘോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയാണ്, പിന്നെ കാണാൻ വരലാണ്, കെയർ ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ മത്സരിക്കലാണ്. ഉമ്മയുടെ വക പ്രത്യേകം പരിചരണം വരികയാണ്. ഭർത്താവിൻ്റെ ആർദ്രതയും സ്നേഹവും കൂടുകയാണ്. അയാളുടെ താലോലിക്കലും കൊഞ്ചിക്കലും തമാശ പറയലും വർദ്ധിക്കുകയാണ്. തനിക്ക് വേണ്ടി തൻ്റെ തലമുറയെ നിലനിർത്താൻ വേണ്ടി വലിയൊരു ത്യാഗത്തിനൊരുങ്ങുന്ന പ്രിയതമയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തും സഹിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ വന്നും പോയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സുലഭ വളരെ മനോഹരമായ ഈ ഒരു ജീവിതത്തിനിടക്ക് വളരെ സന്തോഷത്തോടുകൂടെ എല്ലാവരും പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ പ്രസവിക്കുകയാണ്.
അവിടെ മുതലും അവരെ പരിചരിക്കാൻ ആളുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ബന്ധുക്കൾ, ജ്യേഷ്ഠത്തി, അനുജത്തി, ഉമ്മ, അമ്മായി, എളാമ്മ, എല്ലാവരും. ഈ ഒരു സ്നേഹത്തിന്റെ സംരക്ഷണം വേണ്ടെന്നും തിരുവനന്തപുരത്തെ പെൺകുട്ടി കാണിച്ചതുപോലെ ബാത്റൂമിൽ ഒറ്റയ്ക്ക് പ്രസവിച്ചിട്ട് കൊന്ന് കവറിലാക്കി വലിച്ചെറിയണമെന്നും നമ്മുടെ മക്കളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനാണ് ഇനി കല്യാണം വേണ്ട എന്ന് പറയണത്. അതിനാണ് കല്യാണം വേണ്ട എന്ന് പറയണത്. ലിവ് ഇൻ ടുഗദർ ജീവിത വൃത്തമാക്കിയ കുറെ യൂറോപ്യൻ നാടുകളുടെ കണക്ക് കൂടെ നമ്മൾ പരിശോധിക്കണം. 25% ലണ്ടനിലെ പുതിയ അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാന്ന് അറിയില്ല എന്നാണ്. എന്തേ പ്രശ്നം? ആ കുഞ്ഞിനായിട്ടൊരു അച്ഛനൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം പാടില്ലെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കാമിച്ച് പ്രണയിച്ച് ലൈംഗിക വൃത്തിയിലും തോന്നിവാസത്തിലും ഏർപ്പെട്ടവർ ജീവിക്കുന്നു. 25% പുതിയ അമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ അച്ഛന്റെ പേരറിയില്ല. ഈ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവള് സ്വയം ചെയ്യണം. ആശുപത്രി കേസുണ്ടെങ്കിൽ ഇവള് തന്നെയും പരിഹരിക്കണം. വിദ്യാഭ്യാസ ചെലവുകൾ അവള് തന്നെ വഹിക്കണം. ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ചുമതല സ്വന്തം ഏറ്റെടുക്കണം. ഈ ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുപോകാൻ വേണ്ടി പലരും യോഗം ചേരുന്നു, പുസ്തകം ഇറക്കുന്നു, പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊന്നുമല്ല ജീവിതം. വന്നോളൂ എന്ന് പറഞ്ഞിട്ട് പലരും അകത്തിരുന്ന് ധാർമ്മികതയുടെ ശീലവുമായി മുന്നോട്ട് പോകുന്ന സ്ത്രീജനങ്ങളെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിന് എല്ലാവിധ പ്രോത്സാഹനവും എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട്ടിൽ ലഭ്യമായി കൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ പ്രസക്തി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം, തിന്മ വിരോധിച്ചുകൊണ്ടേയിരിക്കണം. അതിനുള്ള തൻ്റെ ഇടവും ത്രാണിയും ധൈര്യവും ഓരോ രക്ഷിതാവും കാണിക്കുകയും വേണം. ആ പരിശുദ്ധ ഖുർആനിലേക്ക് ഇനിയും വ്യാപകമായി പോണില്ല. എന്താണ് മനുഷ്യന്റെ ധർമ്മം? എന്താണ് നമ്മളെ കൊണ്ടൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ജീവിത ലക്ഷ്യം? എന്താണ്? എന്തിനായിരുന്നു നമ്മൾ പരിശുദ്ധ റമദാനിൽ 29 ദിവസവും നോമ്പെടുത്തത്? രാവിലെ മുതൽ വൈകിട്ട് വരെയും നമ്മൾ പട്ടിണിയോട് പടവെട്ടിയത്. നല്ല ദാഹം ഉണ്ടായിരുന്നു, സുലഭമായി വെള്ളം ഉണ്ടായിരുന്നു, ഫ്രിഡ്ജ് നിറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. ഒരു തുള്ളി പോലും ഇറക്കാതെ ഈ ദാഹത്തോട് നമ്മൾ ഓരോരുത്തരും പടവെട്ടിയത് എന്തിനാണ്? ചെറിയ മക്കൾ മുതൽ വൃദ്ധർ വരെയും റമളാനിനെ കാത്തുകാത്തിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ 185-ാമത്തെ വചനത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ, അവരുടെ പ്രതിഫലം ലഭ്യമാവുക ഖിയാമത്ത് നാളിലാണ്. വമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആരൊക്കെയാണ് നരകത്തിൽ നിന്ന് ദൂരെയാവുന്നത്, സ്വർഗത്തിൽ ആർക്കാണ് പ്രവേശിക്കാൻ കഴിയുന്നത്? ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. ഒരു മനുഷ്യന്റെ ജീവിത ധർമ്മം അതാണ്. കുറെ കാലം എന്തെങ്കിലുമൊക്കെ തോന്നിയാസം കാട്ടി നടക്കലല്ല. കുറെ കാലം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ആരോഗ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യന് ഭീഷണിയായി നടക്കലല്ല. അവരത്ത് വെളിപ്പെടുത്തിക്കൊണ്ട് പലരെയും ആകർഷിച്ച് വിളിച്ചു വരുത്തിക്കൊണ്ട് പെൺകുട്ടി നടക്കലല്ല. അതിനുവേണ്ടി കാത്തിരിക്കാനും പാട്ടുപാടി പിറകക്കൂടാനും മാനവികതയ്ക്ക് യോജിക്കാത്ത വിധത്തിലുള്ള ഏർപ്പാടുകളിലൊക്കെ ബന്ധപ്പെടാനുമല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മളൊക്കെ നിൽക്കേണ്ടത്. ഒമൻ സുഹ്സിയാനിന്നാർ, ആർക്കാണ് നരകത്തെ തൊട്ട് ദൂരെയാവാൻ കഴിയുന്നത്? ഉദ്ഖിലൽ ജന്ന, ആർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുന്നത്? ഫഖദ് ഫാസ്, അവർ മാത്രമാണ് വിജയിച്ചവർ. ഈ ജീവിതം കുറച്ചു കാലത്തിന് മാത്രമുള്ളതാണ്. ഇതൊരു പരീക്ഷണത്തിന്റെ പിരീഡാണ്. നമ്മളെല്ലാവരും ഒരു വലിയ പരീക്ഷാ ഹാളിലാണ്. ഓരോ നിമിഷവും മാർക്കിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പരീക്ഷയുടെ ഫലം വരുന്ന ഒരു ദിവസം വരും. വലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ഇതെന്തൊരു പുസ്തകമാണ് പടച്ചോനെ, ഇതിൽ ചെറുതും വലുതും വളരെ സ്വകാര്യമായും ഞാൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും കൃത്യമായി രേഖയിലുണ്ടല്ലോന്ന് വിലപിക്കുന്ന പരീക്ഷയിൽ തോറ്റ ആളുകൾ കരയുന്നൊരു ദിവസം വരും. അന്ന് രക്ഷപ്പെടണം. അവർക്ക് മറക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചും ഒരു പരിധിവരെ യുവതികളും ഉമ്മമാരെ സംബന്ധിച്ചും വലിയൊരു ടാസ്ക്കാണ്. ഇപ്പോ അഴിച്ചിട്ട് നടക്കണമെന്ന് അവരെ സമൂഹം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്യാവശ്യം പ്രായക്കായ പെൺകുട്ടികളും സ്ലീവ്ലെസ് ആകുന്ന ഏതെങ്കിലും ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ട്രൗസറാണ് അവർക്ക് ഇഷ്ടം. അതന്നെ അവിടെ ഇവിടെയൊക്കെ പൂച്ച മാന്തി പൊളിച്ചതുപോലെ കീറിക്കളയണം. ആക്ഷേപിക്കാനല്ല ഇതൊന്നും പറയണത്. നമ്മുടെ ഡ്രസ് കോഡും നമ്മുടെ സംസ്കാരവും നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ വാക്കും പ്രവൃത്തിയും മതവും നമ്മളും നിശ്ചയിക്കണം. ഏതെങ്കിലും നമ്മൾ മനസ്സിൽ കുടിയേറ്റിയ ഏതെങ്കിലും
നടനോ നടിയോ അത് നിശ്ചയിക്കരുത്. നമ്മുടെ ജീവിതം, നമ്മുടെ ശൈലി, നമ്മുടെ വസ്ത്രം അത് എന്താവണമെന്ന് മതം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ മനുഷ്യനെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അമ്മമാരെ, സഹോദരിമാരെ, വളരെ ശ്രദ്ധ വേണം. ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇത്തിരി ഡ്രസ്സ് എടുത്തിട്ട് പുരുഷന്മാരെ ആകർഷിക്കുന്നവരെ കുറിച്ച് അവരൊരിക്കൽ പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വിധേയരാകില്ലെന്ന്, അവരെന്റെ കണ്ണുകൊണ്ട് പോലും കാണരുതെന്ന്, അവർ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കില്ലെന്ന് പുണ്യപ്പൂമാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി ജീവിച്ച റസൂൽ ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ പറയുമ്പോൾ സ്ത്രീയെ അതിൽ പ്രാധാന്യത്തോടുകൂടെ പരാമർശിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുപ്പുകൊണ്ടല്ല. കുറെ കാലം വരുന്നു ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാകുമെന്നും, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, എന്നാൽ കുറെ ഭാഗം പുറത്തായിരിക്കുമെന്നും, അവർ പുരുഷന്മാരെ ആകർഷിച്ച് കൊഞ്ചിക്കൊഴിഞ്ഞായിരിക്കും അവർ നടന്നു പോവുക അല്ലെങ്കിൽ യാത്ര പോവുക എന്നും, അവരൊരിക്കലും ഞാൻ കാണാതിരിക്കട്ടെ എന്ന്, അവരൊരിക്കലും സ്വർഗത്തിന്റെ പരിമളം ലഭിക്കൂലെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സ് നമ്മൾ നിശ്ചയിക്കണം. നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ഡ്രസ്സ് വാങ്ങി കൊടുക്കുമ്പോൾ എന്താവണമെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ തന്നെ തീരുമാനിക്കണം. ഓരോ കാലത്ത് ഓരോ കോലം കെട്ടി ഡ്രസ്സ് വരും. ഇപ്പോഴുള്ള ഒരു പുതിയ ട്രെൻഡാണ് സ്ലീവ്ലെസ് കുപ്പായങ്ങൾ. സ്ത്രീകൾക്ക് മൊത്തം കൈയില്ലാത്ത കുപ്പായം. അതുകൊണ്ട് കഷ്ടിച്ച് അരന്റെ അടുക്കിടെത്താനേ പാടുള്ളൂ, ഫുള്ള് മൂടാൻ പാടില്ല. എന്നിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് നടക്കണം. ശരീരത്തിന്റെ നിമ്നോന്നതികളും ഉയർച്ചയും താഴ്ചയൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടണം. കുറച്ചുകൂടെ കോളേജിലൊക്കെ പഠിച്ച് നിലവാരമുണ്ടെന്ന് സ്വയം തോന്നുന്ന പെൺകുട്ടികൾക്ക് വളരെ വൾഗറായ വൃത്തികെട്ട കുറെ വേർഡ്സുകളുടെ ഒക്കെ അവരുടെ നെഞ്ചത്തും അവരുടെ പുറത്തൊക്കെ കൊത്തിവെക്കണം. എത്ര മാരകം! വെർജിനിറ്റി ഈസ് നോട്ട് എബിലിറ്റി എന്നൊക്കെയാണ് ചില പെൺകുട്ടികൾ എഴുതി വെക്കുന്നത്. അത്രേ കേട്ടിട്ടുണ്ട്. കന്യകത്വം അത്ര വലിയ യോഗ്യത ഒന്നുമല്ല. കന്യകയായിരിക്കുക എന്നത് വലിയ യോഗ്യത ഒന്നുമല്ല. പിന്നെ അതൊരു അവസരം കിട്ടായ്മ മാത്രമാണ്. എന്ന് വെച്ചാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ് യോഗ്യത. അതില്ലാതെ ഇങ്ങനെ വിശുദ്ധമായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതത്ര വിശുദ്ധിയൊന്നുമല്ല, അവസരം കിട്ടായ്മ മാത്രമാണ് എന്ന്. ഇങ്ങനെ തന്നെ ജീവിക്കണം നമ്മൾ ആര് നിയന്ത്രിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ബോധം നമുക്ക് വേണ്ടേ? എത്ര കാലം ജീവിക്കാൻ പറ്റും നമുക്ക്? എത്ര വലിയ വലിയ സയന്റിസ്റ്റുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 500-ലേറെ കണ്ടെത്തൽ നടത്തിയ ആളാണ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിന്റെ ജീവിതത്തെ 2 മാസത്തേക്ക് ദീർഘിപ്പിക്കാൻ അയാൾക്ക് പറ്റിയോ? അദ്ദേഹത്തിന് പറ്റിയോ? നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ. 1 വർഷം ക്യാൻസറിനെതിരെ ഏറ്റവും നന്നായിട്ട് റേഡിയേഷൻ എന്ന് പറഞ്ഞ പരിപാടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ ആളാണ് ഫിസിക്സിൽ 2 പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടിയ മാഡം ക്യൂരി എന്നറിയപ്പെട്ട മേരി ക്യൂരി. റേഡിയേഷൻ വികിരണങ്ങളെ ഏറ്റുമരിക്കാനായിരുന്നു അവരുടെ യോഗം. പ്രതിരോധിക്കാൻ പറ്റിയോ? ചെറുപ്പക്കാരെ നമ്മൾ ആലോചിക്കണ്ടേ. അവർക്ക് പ്രതിരോധിക്കാൻ പറ്റിയോ? ഇല്ല, പറ്റിയില്ല. പ്രഭാഷണം തുടങ്ങിയതേ ഓർമ്മയുള്ളൂ കേൾവിക്കാർക്ക്. നമ്മുടെ APJ അബ്ദുൽ കലാം കണ്ണു വിഴിഞ്ഞുപോയി. അംഗരക്ഷകർ വന്ന് താങ്ങിയിരുത്തപ്പോഴൊക്കെ മരണം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രഭാഷണം പൂർത്തിയാക്കുന്ന എനിക്ക് വല്ല ഉറപ്പും പാടുണ്ടോ? ഇല്ലേ. ഇത് കേട്ട് നിങ്ങളെല്ലാം സ്വസ്ഥമായി വീട്ടിലെത്തും, ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല. മനുഷ്യന് വലിയ ശക്തി ഉണ്ടാകും, ബുദ്ധി ഉണ്ടാകും, വലിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും, ഉപകരണങ്ങൾ ഉണ്ടാകും. പക്ഷേ തൻ്റെ ജീവിതത്തിന്റെ മുകളിലേക്ക് പോയ ശ്വാസം താഴേക്ക് വന്നത് മുകളിലേക്കോ കൊണ്ടുവരാൻ സാധിക്കാത്ത നിസ്സാരനാണ് മനുഷ്യൻ. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ സൂറത്തുൽ ജുമയുടെ 8-ാമത്തെ വാക്യത്തിൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം നിശ്ചയമായും പിടികൂടുമെന്ന് നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ആ ഒരു ദിവസം എനിക്ക് വരും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരും. ഇതുവരെ എന്നെ കുറിച്ച് പേര് പറഞ്ഞിരുന്ന ആളുകൾ എന്റെ മയ്യത്തെന്ന് എന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങും. വാപ്പയെ സ്നേഹത്തോടെ വാപ്പയും ഉപ്പച്ചിയും വിളിച്ചിരുന്നവർ പിന്നീട് ഉപ്പച്ചിയുടെ മയ്യത്ത് എന്ന് പ്രയോഗിച്ചു തുടങ്ങും. മറക്കാൻ പറ്റും നമുക്ക് ആ ദിവസത്തെ കുറിച്ച്? ഉപ്പാനെ കുളിപ്പിക്കണ്ടേന്ന് ചോദിച്ചിരുന്നവർ ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ടേ എന്നാണ് ചോദ്യം വരിക. ഉപ്പ ഏതാ? ആ ഉപ്പനെ കൊണ്ടാണ് അസ്രായിൽ അലൈഹിസ്സലാം പോയത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ.
ഈ കാണുന്നതൊക്കെ നമുക്ക് ജീവിക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചൊരു വാഹനം മാത്രം. ഇമാം ഗസാലി അത് നിർവചിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ആധുനികമായിട്ട് സയ്യിദ് ബൈദുസ്സമാൻ നൂർസിയുടെ കിതാബിൽ നമുക്കത് കാണാൻ പറ്റും. ഒരു വാഹനമാണിത്. ഈ വാഹനത്തെ എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും നമുക്ക്. ഇതിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവറത്ത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആൺകുട്ടികളൊക്കെ മയക്കുമരുന്നിലും മദ്യത്തിലും അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ആൺകുട്ടികൾ ഞാൻ സൗന്ദര്യത്തിന് പറഞ്ഞതാണ്. നമ്മുടെ ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു ഡി അഡിക്ഷൻ സെന്ററാണ് തിരൂരിലുള്ളത്. കള്ളുകുടിയും മയക്കുമരുന്നൊക്കെ ശീലമുള്ള ആളുകൾക്ക് മാറാൻ വേണ്ടി ചികിത്സ നടത്തുന്ന കേന്ദ്രം. അവിടുത്തെ പ്രധാന ഡോക്ടർ ഈയിടെ ഒരു പ്രഭാഷണം നടത്തിയത് പലരും കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ജില്ലയിൽ കൂടുതലായി മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളായി വരുന്നത് പെൺകുട്ടികളാണെന്ന്. ഉമ്മ വിളിക്കണമേത്ത് ഞെട്ടിച്ചാടും. എന്തോ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. സ്ത്രീയാകുന്ന അധ്യാപികക്ക് പോലും പരിശോധിക്കാൻ പറ്റാത്ത അത്ര സ്വകാര്യ മേഖലകളിൽ പെൺപിള്ളേർ കത്രിക കൊണ്ടും ബ്ലേഡ് കൊണ്ടും മുറിവുണ്ടാക്കുന്നു. അവിടെ സ്റ്റാമ്പ് ഒട്ടിക്കുന്നു, സ്റ്റിക്കർ ഒട്ടിക്കുന്നു. 40 മണിക്കൂറോളം ലഹരിയുടെ മായാലോകത്ത് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ബോധം കുറവായിരിക്കും, അന്നം വേണ്ടി വരില്ല, വീട്ടിൽ വരും, സ്കൂളിൽ പോകും, കോളേജിൽ പോകും, അന്തം വിട്ട് അങ്ങനെ ഇരിക്കും. ഒന്നും അവരുടെ മനസ്സിൽ കയറൂല. ഭക്ഷണം വേണോ അവർക്കറിയില്ല. കുറെ വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ ഉമ്മ പോയി വെക്കണമേത്തുണ്ടാവും ഇങ്ങനെ അന്തം വിട്ടിരിക്കണം. എനിക്ക് ചോറ് കണ്ടടി എന്ന് പറയുമ്പോൾ ഞെട്ടിച്ചാടും. വരും, കഴിച്ചു എന്ന് തോന്നാൻ വേണ്ടി മാത്രം ഇത്തിരി നുള്ളി കളിക്കും. സ്വപ്നലോകത്ത് സഞ്ചരിക്കുകയാണ്. രാപ്പാടി പാറിയോണ്ടിരിക്കണവർ. ഇതിലേക്ക് അവരെ കൊണ്ടുപോകാൻ വിവിധങ്ങളായ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നു. വിവിധമായ സംവിധാനങ്ങളുണ്ട്. മയക്കുമരുന്ന് വിതരണം ചെയ്യാൻ പർദ്ദയിട്ട പെണ്ണുങ്ങൾ വരുന്നു. വിദ്യാർത്ഥികളുടെ യൂണിഫോം മറയാക്കിക്കൊണ്ട് സ്കൂളുകളിൽ അതിന്റെ വിതരണം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ പ്രാവശ്യം നമ്മുടെ മൂക്കിലൂടെ MDMA ഒക്കെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ മനസ്സിലാക്കണം, പിറ്റേ ദിവസം മുതൽ നിങ്ങൾ അതിന്റെ അഡിക്റ്റുകളാണ്. നോമ്പിന്റെ ഒരാഴ്ച മുന്നെയാണ് വളാഞ്ചേരിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അയാളുടെ കഥനക്കഥ ചാനലുകളിൽ വന്ന് ഉറക്കെ പറഞ്ഞത്. 23 വയസ്സ് വരെയും ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത വിശുദ്ധനായ ചെറുപ്പക്കാരൻ വെറുതെ ഒരു ടൂറിന് പോയി. ദൂരേക്കൊന്നും പോയിട്ടില്ല, മഞ്ഞു വാരാനൊന്നുമല്ല, നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തേക്ക്. വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തിയതാണ്. കാറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, അവന്റെ കൂട്ടുകാരൻ ഈ MDMA ഒന്ന് ഉപയോഗിച്ചു നോക്കുമെന്ന് പറഞ്ഞ് അവന്റെ കൈ കൊടുക്കണത്. വേണ്ടാന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവരിങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു. നല്ല ധൈര്യം ഉണ്ടാവും. ഒരു വട്ടം ഉപയോഗിക്കുമ്പോഴത്തേന് എന്ത് പറ്റാനാണ്, അതിന്റെ ഗുണമൊന്ന് മനസ്സിലാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ശക്തമായ രീതിയിൽ നോ പറയാൻ കഴിയണമായിരുന്നു ആ ചെറുപ്പക്കാരന്. സാധിച്ചില്ല. സൗഹൃദം നഷ്ടപ്പെടുന്നവൻ ഭയന്നു. ഇവരുടെ കൂട്ടത്തിൽ ഇനി ജീവിക്കാൻ പറ്റൂല, അവർ പുറത്താക്കുന്ന കുട്ടി പേടിച്ചു. എന്നാലും ഒരു ഓട്ടോ പിടിച്ചിട്ട് KSRTC സ്റ്റാൻഡിൽ വരണമായിരുന്നു. കോഴിക്കോട്ട് തൃശ്ശൂരിലേക്കോ മറ്റോ പോകുന്ന ബസ് കയറിയിട്ട് സ്വന്തമായി വളാഞ്ചേരി സ്വന്തം നാട്ടിൽ പോയി ഇറങ്ങണമായിരുന്നു. ആ കുട്ടി ചെയ്തില്ല. അവർ സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു. പിന്നീടുള്ള കഥ അവൻ പറയുന്നുണ്ട്. പിറ്റേ ദിവസം മുതൽ അത് കിട്ടാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. വയനാട്ടിൽ പോയി മേടിച്ചു, കൊച്ചിയിൽ പോയി മേടിച്ചു. ദിവസം അവർ വില കൂട്ടിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം ഇത്തിരി അതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. പറഞ്ഞ പൈസ കൊടുക്കണം. ഒരു കൃത്യമായ MR ഒരു വില അതിനുണ്ടാവില്ല. അവസാനം എല്ലാവരും ചെയ്യുന്നത് പോലെ അവനും അതിന്റെ വിൽപ്പനക്കാരനായി മാറി. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ കേൾക്കണം. അവനിൽ നിന്ന് ഈ സാധനം വാങ്ങിക്കൊണ്ടുപോകുന്ന ദമ്പതിമാരുണ്ട്. ഭാര്യയും ഭർത്താവും വന്ന് വാങ്ങിക്കൊണ്ടുപോകാം, സഹോദരനും സഹോദരിയും വന്ന് മേടിച്ചുകൊണ്ടുപോകാം. ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് ഇത് മേടിച്ചുകൊണ്ടുപോകുന്ന ഡോക്ടർമാരുണ്ട് എന്ന്. പിടുത്തമിട്ടൊരു ലോകം, 4 കാലിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു നാട്. ഡോക്ടർമാർ മുതൽ ഇതിന്റെ ആരോഗ്യവശം കൃത്യമായിട്ട് അറിയുന്നവർ, 3 വർഷം തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകുന്ന അറിയുന്നവർ, അഡിക്റ്റായി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വലിയ പാടാണെന്ന് കൃത്യമായി അറിയുന്നവർ, അവരും ഈ പ്രലോഭനത്തിൽ വീണുപോകുന്നു. ഇതല്ല ജീവിതമെന്നറിയാനും പല സന്ദർഭങ്ങളിലും കൂട്ടുകാർ നഷ്ടപ്പെട്ടാലും ആ സൗഹൃദം പൊട്ടിച്ചെറിഞ്ഞിട്ടെങ്കിലും സ്വർഗത്തിൽ കയറാനും നരകത്തിൽ നിന്ന് ദൂരെയാവാനും നമുക്ക് സാധിക്കണം. സൗഹൃദം പലപ്പോഴും വിലങ്ങായി മാറുന്നുള്ളതിൽ നമുക്ക് തർക്കമില്ലല്ലോ. സൂറത്തുൽ ഇസ്രാന്റെ 23-ാമത്തെ വാക്യത്തിൽ 2 കൈയും കടിച്ച് ഒച്ചാനിച്ച് പേടിച്ചു നിൽക്കുന്ന ഒരു ടീമിനെ കുറിച്ച് പറയുന്നുണ്ട്. മാഷറയിൽ
നാണം കെടുമ്പോഴും മാനം കെടുമ്പോഴും ഒക്കെയാണ് നമ്മൾ ഈ വിരല് കടിക്കുക. അങ്ങനെ രണ്ട് കൈയും കടിക്കുന്നതാണ്. യൗമയഅ്ളുല്ലാലിമാലായതേ, രണ്ട് കൈയും കടിക്കും. അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ ജീവിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് അവർ വിലപിക്കും. അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ ജീവിച്ചാൽ എത്ര നന്നാവും. യാ ഹസ്രത്ത, എന്തൊരു നഷ്ടം. ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ചെങ്ങാതിനെ കൂട്ടുകാരനായി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്നെ കേൾക്കുന്ന യുവതികൾ, കോളേജ് പോകുന്നവർ, പഠിക്കാൻ പോകുന്നവർ, 7ാം ക്ലാസ് മുതലൊക്കെ മേലക്ക് മയക്കുമരുന്നിന്റെ വ്യാപകമായ ഉപയോഗമുണ്ടെന്ന് റിപ്പോർട്ട് വരുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, അവരുടെ രക്ഷിതാക്കൾ, ഉമ്മമാർ, സഹോദരന്മാർ, എല്ലാവരും മനസ്സിലാക്കണം. ലഖദ് അളല്ലനി അനി ദിക്ർ, സത്യം ബോധ്യപ്പെട്ടിട്ടും MDMA പാടില്ലെന്ന് മനസ്സിലായിട്ടും വൃത്തികെട്ട ഡ്രസ്സ് ധരിക്കരുതെന്ന് എനിക്കറിയാമായിരുന്നിട്ടും എൻ്റെ കൂട്ടുകാരൻ എന്നെ വഴിതെറ്റിച്ചു കളഞ്ഞു. അവനെ എൻ്റെ സുഹൃത്തായി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എൻ്റെ ഇന്ന ചെങ്ങാതിനെ ഞാനോ എൻ്റെ കൂട്ടുകാരനായി മാറാതിരുന്നാൽ എത്ര നന്നായിരുന്നു. എന്താ പ്രശ്നം? ലഖദ് അളല്ലനി അനി ദിക്ർ, ദിക്റിനെ തൊട്ടവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു. ബഅദ ഇദ് ഹദാനി, എനിക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നിട്ടും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിലായിട്ടല്ല, ഏകദേശം എല്ലാ പരിപാടിയും അങ്ങനെ തന്നെയാണ്. ഒരാൾ ചെയിൻ ബിസിനസ് കുടുങ്ങുന്നു. ഇനി എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സുഹൃത്തിനെ പറഞ്ഞു പറ്റിച്ചാൽ അവനെയും ചേർക്കണം. എത്ര ആളുകൾ ആത്മഹത്യയിലെത്തുന്നു, എത്ര ആളുകൾ കുടുംബകലഹം കൊണ്ട് പൊറുതിമുട്ടുന്നു. ക്യൂട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും കൃത്യമായി മനസ്സിലാക്കണം. 4,70,000 രൂപയൊക്കെയാണ് ഒരു വട്ടം കൊടുക്കേണ്ടത്. എന്നിട്ടോ അവർക്ക് 2-3 സാധനം കൊടുക്കും. ഒരു നെക്ലേസ്, കഴുത്ത് കെട്ടാൻ പറ്റുന്ന ഒരു കുടുക്കി കെട്ടി, ഒരു ഷൂ, ഒരു വാച്ച്. അതിന് ഓലയുടെ വില ഇട്ടിട്ടുണ്ടാവും. വാച്ച് പറഞ്ഞാൽ 2 ലക്ഷം റുപ്യൻ്റെ ആണ്. തിരൂര് പോയാൽ 30 റുപ്യ എടുത്താൽ അങ്ങനത്തെ 12 കിട്ടും ഏകദേശം. നെക്ലേസ്, അതിന് അവരെന്നെ വില ഇട്ടിട്ടുണ്ട്. അത് 1.5 ലക്ഷം റുപ്യാണ്. കോഴിക്കോടെ പല ജ്വല്ലറിയിലും കൊണ്ടുപോയി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഒരു ജ്വല്ലറി മാത്രമാണ് 8,000 റുപ്യ വില പറഞ്ഞത്. ചില മുത്തുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഇതിനാണ് 1.5 ലക്ഷം. ഷൂവിന് 70,000 റുപ്യാണ് ഷൂവിന്റെ വില. ഇപ്പൊ മൊത്തം റെഡിയായി. ഈ പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ ഓൻ എന്ത് ചെയ്യണം? ഓനോന്റെ കൂട്ടുകാരനെ സോപ്പടിക്കണം, എന്നിട്ട് അവനെ ചേർക്കണം. അവനെ ചേർക്കണോടുകൂടെ 70,000 റുപ്യ കിട്ടും. അവൻ വേറെ ആളെ ചേർക്കണം. അപ്പൊ അടുത്ത കൂട്ടുകാരനെ ചേർക്കും, അമ്മായിമാനെ ചേർക്കും, അമ്മോശാക്കാനെ ചേർക്കും, പെങ്ങളെ കെട്ടി അളിയനെ ചേർക്കും. എന്തുകൊണ്ട്? തല്ലിട്ടൂല, കേസിന് പോകൂല, തല്ലൊടുക്കൂല. കുടുംബം കലങ്ങി എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഇങ്ങനത്തെ എല്ലാ ചെയിൻ ബിസിനസ്സിലും പലപ്പോഴും ചെറുപ്പക്കാർ പെടുന്നു. പലപ്പോഴും ഭർത്താവ് അറിയാതെ പ്രവാസികളുടെ ഭാര്യമാർ പെടുന്നു. ആരെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ടാകും. പ്രസവിക്കാൻ വേണ്ടി വന്ന പെങ്ങളുടെ ആഭരണം മൊത്തം ബാങ്കിൽ പണയപ്പെടുത്തി 5-6 ലക്ഷം വാങ്ങി അളിയനറിയാതെ ഇതിൽ കൂടി തൊലഞ്ഞു പാളീസായി വിവാഹബന്ധം തലാക്ക് സംഭവിച്ച ടീം പോലും ഉണ്ട് നമ്മുടെ കേരളത്തിൽ. പാപ്പയും മകനും തല്ലിപ്പിരിഞ്ഞിട്ട് മകൻ വാടകയ്ക്ക് പാർക്കുന്നവരുണ്ട്. ഈ ഒരു ക്യൂനെറ്റിന്റെ കാരണത്താൽ. ക്യൂനെറ്റിന്റെ കാരണത്താൽ. ഇത്തിരി സാമ്പത്തിക മോഹക്കുള്ള എല്ലാവരെയും പറഞ്ഞു പ്രലോഭിപ്പിച്ച് ഒരു അടിപൊളി ഹാളിലേക്ക് കൊണ്ടുവരും. ഒന്നാമത്തെ പരിപാടി അതാണ്. എന്നിട്ട് ഈ ഹാളിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചങ്ങാതി വരും. ഓൻ ഏതെങ്കിലും ലഭ്യമായ ഏറ്റവും നല്ല ബെൻസിലോ BMW ഒക്കെയാണ് വരിക. സംഗതി വാടകയ്ക്ക് എടുത്തതായിരിക്കും. അവന്റെ കഴുത്തിലുണ്ടാവും ഇത്ര തടിച്ച സ്വർണത്തിന്റെ ചെയിൻ. അത് തിരൂർന്ന് വാങ്ങണതാണ്. അടിപൊളി സൊട്ടും കൂട്ടൊക്കെ ഇട്ടിട്ട്. എനിക്കൊരു പൂർവാശ്രമ ജന്മം ഉണ്ടായിരുന്നു. ഞാൻ മത്തിയേറ്റി പോയിട്ട് ഇങ്ങനെ ചെറിയ കൂടി ഒഴുകാറുണ്ടായിരുന്നു. ബക്കറ്റൊന്നും അല്ലെങ്കിൽ സ്വാഭാവികം മാത്രമാണത്. ഓന് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ സംഭവിക്കും. എനിക്ക് നാട്ടിലൊരു വിലയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് വലിയ മൂല്യം ഉണ്ടായി, വലിയ വില ഉണ്ടായി. ഞാൻ വന്ന കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ കാണാൻ വേണ്ടിയല്ല ഞാൻ സാധാരണ യൂസ് ചെയ്യണതാണത്. അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ലൂസായ വാച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. കാര്യം അത് 5,000 രൂപക്കൊക്കെ കിട്ടും. ടിസോട്ടിന്റെ പേരുണ്ടാകും, കോപ്പി ആയിരിക്കുന്നു മാത്രം. അങ്ങനെ ഇളക്കും. ഇതിലങ്ങോട്ട് പ്രലോഭിതരാവാണി വന്നവരൊക്കെ. പടച്ചോനെ ഓരിങ്ങനെ സ്വപ്നം കാണുകയാണ്, മലപ്പൊടിക്കാരന്റെ സ്വപ്നം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇന്നോവ കാറെങ്കിലും അവരെവിടുന്നെങ്കിലും കടം വാങ്ങി ഒപ്പിക്കും. എന്നിട്ട് നാട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാറും. നാട്ടിലുള്ള മെയിൻ പരിപാടിയിലൊക്കെ അവർ പങ്കെടുക്കും. എൻ്റെ അനുഭവത്തിൽ ഒരാള് നാട്ടിൽ പള്ളിപ്പണി നടത്തുമ്പോൾ AC ഫുള്ള് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. മനസ്സിലാണ്ട? AC ഫുള്ള് ഞാൻ ഏറ്റു.
കമ്മിറ്റിക്കാർക്ക് ആശ്വാസമായി, അതിനിങ്ങനെ ഇറക്കാൻ നടക്കണ്ടല്ലോ എന്നുള്ള നിലക്ക്. അപ്പോൾ ആളുകൾ മഹലിൽ ഇങ്ങനെ ചർച്ച, എങ്ങനെ ഇപ്പം മയമീന് ഫുള്ള് ഏസിൻ്റെയും പൈസ ഇട്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പറയും, ഇപ്പോൾ വലിയ ബിസിനസ് അല്ലേ, നിങ്ങൾ പോണ കണ്ടിട്ടില്ലേ, ഇന്നോവയിലാണ്, കൈമത്തെ വാച്ചുണ്ടെക്കണോ, ഇപ്പൊ ഭയങ്കര നിലവാരത്തിലല്ലേ. ഇതിന് വേണ്ടിയാണ് അവർ എ സി അടക്കം എന്തും ഏൽക്കുന്നത്. വേണമെങ്കിൽ പള്ളിപ്പണി തന്നെ ഫുള്ള് ഏൽക്കും. അപ്പൊ കുറെ ആൾക്കാർ ബന്ധപ്പെടും, ഞാൻ ഇങ്ങനെ ബിസിനസ്സിലാന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ് നിന്ന് കിട്ടിയതൊക്കെ അവതരിപ്പിക്കും. എന്നിട്ട് അവരൊക്കെ പറ്റിക്കും. അവരിന്നൊക്കെ 4.80 വാങ്ങിക്കൊണ്ടിരിക്കും. ഓരോ 4.80 വാങ്ങുമ്പോൾ 70 അവൻ അപ്പം കിട്ടും. അതിന്റെ ഇടക്കാണ് വലിയ പാളിച്ച വന്നത്. മകനെയും മകന്റെ അമ്മായിമ്മനെയും അമ്മോശാക്കാനെയൊക്കെ ചേർത്ത് ചെയിൻ ഇങ്ങനെ പോവാണ്. അതിന്റെ ഇടയിൽ ചീറ്റി ആകെ പൊട്ടി, അങ്ങാടിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. 5 പൈസക്ക് ഗതിയില്ലാത്ത ദുരന്തത്തിലായി. ഇന്നൊക്കെ വിറ്റുകൊണ്ടുപോയി, കിട്ടിയ വിലക്ക് പിടിച്ചുകൊണ്ടുപോയി അതിന്റെ ആൾക്കാർ. പള്ളിപ്പണിയൊക്കെ കഴിഞ്ഞു, മലമറ്റി ഒന്നും നമ്മളിപ്പോ 8 AC ആണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോ ഒന്നും പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കി. അവസാനം പേരക്കുട്ടിന്റെ ചെറിയൊരു മിനിങ് വിറ്റിട്ട് ഒരു AC കൊടുത്തു, ഇതാട്ട തണുത്തോളി നിങ്ങളൊന്നും പറഞ്ഞിട്ട്. ഇവിടെ കുടുംബം തകരുന്നു, മാന്യത പോകുന്നു, എല്ലാം പോണു. ഇത് എവിടുന്ന് സംഭവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഡ്രസ്സും നമ്മുടെ ജോലിയും ജീവിതവും പരിശുദ്ധ ഖുർആന്റെയും തിരുഹദീസിന്റെയും സപ്പോർട്ടോടുകൂടെ നമ്മൾ നിശ്ചയിക്കണം. ഏതെങ്കിലും ഒരുത്തിന് തലച്ചോറ് പണയപ്പെടുത്തരുത്. ഞാനത് ഗൗരവത്തിൽ പറയണ്. ഈ സമൂഹത്തിൽ എന്തൊരു വിഷമം നടക്കണ്. എത്രയോ ആളുകൾ ഇത്തരം കെണിയിൽ വീണിട്ട് 1 കോടി രൂപക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ട ആളുണ്ട്. 1 കോടി രൂപ. കമ്പനിക്കാർക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഈ പരിപാടി വ്യാപകമായി നടത്തുന്നവർ തൊപ്പിട്ടവരുണ്ട്, തങ്ങളാന്ന് പറയുന്നവരുണ്ട്. ഞാൻ പേര് തൽക്കാലം പരാമർശിക്കുന്നില്ല. ആരെങ്കിലും ചാലഞ്ച് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. അവർക്കൊന്നും ഇപ്പൊ ഇത് കേൾക്കാൻ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ പിടിക്കണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും അവര്. ഈ പറഞ്ഞ സാധനം ഒറിജിനൽ പേരാണ്. ഞാൻ ആദ്യം പറഞ്ഞത് അബദ്ധത്തിൽ ക്യൂടെൽ എന്നായിരുന്നു. അത് ഖത്തറിലുള്ള BSNLന്റെ പേരാണ്. അത് ശ്രദ്ധയില്ലാതെ പറഞ്ഞു അല്ല, ക്യൂനെറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഞാൻ പേരെടുത്ത് തന്നെ പറയണത് ആരും പെടരുത് എന്ന് പ്രത്യേകമായി താല്പര്യമുള്ളത് കൊണ്ടാണ്. കമ്പനിക്കാർക്ക് ഇഷ്ടമുണ്ടാവലും ഇഷ്ടമല്ലാതെ ഇരിക്കലൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. അള്ളാന്റെ ദീന് പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം, പറയൽ ബാധ്യതയാണെന്ന് പറഞ്ഞാണ് ഞാൻ ഈ പ്രസംഗം തുടങ്ങിയത്. എത്ര ആളുകൾ ഇങ്ങനെ പെട്ടുപോകുന്നു. നമ്മുടെ നാടുകളിലൊക്കെ പരസ്പരമുള്ള സഹായ സംവിധാനങ്ങളൊക്കെ പെടുത്തുപോയി. എല്ലാവരും അണുകുടുംബാണ്. എല്ലാവരും അവനവന്റെ കാര്യത്തിന് ഓടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ കുറിക്കല്യാണം എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളവിടൊക്കെ അങ്ങനെയാണ് പേര്. വടകര ഭാഗത്തൊക്കെ പോയ പയറ്റ് എന്നാണ് പറയാം. ഒരു ബാധ്യതയും ഇല്ലാതെ വിഷമങ്ങളില്ലാതെ പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. മോള കല്യാണം വളരെ മനോഹരമായിട്ട് നടക്കും, എന്നാലും ഒരു ബാധ്യതയും വരില്ല. പിന്നെ എത്രയോ വർഷം വെച്ച്, ഇത്ര വർഷം കൊണ്ടൊന്നുമില്ല, പതിയെ 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 ഈ കുറിക്കല്യാണത്തിൽ പങ്കെടുത്ത ആളുകൾ നിക്ഷേപിച്ച പൈസയോ പ്ലസ് കുറച്ച് വർധനവോ ഒക്കെ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചെടുത്താൽ മതി. ചിലപ്പോൾ 5-6 മാസം ഒന്നും കൊടുക്കേണ്ടി വരൂല. നേരെ മറിച്ച് നമ്മുടെ പെൺകുട്ടികളെയും ഉമ്മമാരെയും ഏജന്റുമാർ പ്രലോഭിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തിനായി സ്വർണം എന്നും പറഞ്ഞിട്ട്. രാവിലെ സ്വർണത്തിന്റെ പരസ്യത്തിന് വേണ്ടി ഒരു നടൻ വരും. ഉച്ചക്ക് അയാൾ പണത്തിന്റെ ആവശ്യമല്ലേ, 1 രൂപ മാത്രം 1000 രൂപക്ക് പലിശ എന്നും പറഞ്ഞിട്ട് വരും. അങ്ങനെ ഒന്നിച്ച് സ്വർണം എടുത്തിട്ട് ഉമ്മ ചൊല്ലും. അതേതെങ്കിലും കുത്തക മുതലാളിയുടെ പലിശ ബാങ്കിൽ പണയപ്പെടുത്തും. പൈസക്കടായ ഈ നടൻ തന്നെ വൈകിട്ട് എന്താ വരും, വൈകിട്ട് എന്താ പണിയെന്ന് ചോദിച്ചിട്ട് കള്ളുടിക്കാൻ പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ഒരു വലിയ കോക്കസാണ്. നമ്മളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നമ്മുടെ ഒരു ചെറിയ ഗ്രാമത്തിലെ ചെറിയൊരു അങ്ങാടിയിൽ വരിക, അവിടെ ഇത്തരം പണയ സ്ഥാപനങ്ങൾ എത്രയുണ്ടെന്ന് വെറുതെ ഒന്ന് കണക്കെടുക്കുക. ഔദ്യോഗിക ബാങ്കുകളിൽ പോലും പലപ്പോഴും ഹൗസിംഗ് ലോൺ എടുത്തിട്ട് പാപ്പരായവരുണ്ട്, സാധാരണക്കാരല്ല. തൃശ്ശൂരിൽ ഒരു ഡോക്ടർ ആഴ്ചകളോളം സമരം ചെയ്തു. അയാൾ ഹൗസിംഗ് ലോൺ എടുത്തതാണ് കേരളത്തിലെ പ്രസിദ്ധമായൊരു ബാങ്കിൽ നിന്ന്. എടുത്തതിന്റെ 2-3 ഇരട്ടി അയാൾ അടച്ചു കൊടുത്തു. പക്ഷെ ഇനിയുണ്ട് അടച്ചിലേറെ അടക്കാൻ. ഇതാണ് അതിന്റെ കളി. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. നമ്മുടെ ഉമ്മമാർ ആഭരണം ഊരിയിട്ട് പോകുന്നു ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ കമ്പനിയിലേക്ക്. അവിടെ എത്തുന്നതോടുകൂടി അവർ പറഞ്ഞ 5 ഇടത്തും ഒപ്പിട്ട് കൊടുക്കുന്നു. 5 അല്ല 50 കൊടുത്തിടും. ഉമ്മാന്റെ ആവശ്യം പണം മാത്രമാണ്. ഇംഗ്ലീഷിലാണ് മൊത്തം എഴുതിയത്. ഉമ്മക്കത് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ലേ, വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവൂല. അവർക്ക് അപ്പൊ പൈസ കിട്ടിയാൽ മതി. കാരണം വലിയൊരു പദ്ധതി ഉണ്ട്, അതിന് പോവുകയാണ് അവര്. എന്നിട്ട് മാസാമാസം ഇത്ര രൂപ അടക്കണം എന്ന് നിയമം വരുന്നു. 3 മാസം തെറ്റിക്കുമ്പോഴേക്ക് ജപ്തിയായിട്ട് വരുന്നു. അതിന്റെ ഏറ്റവും വലിയ ചില കൊലച്ചതികളുണ്ട് അതിലൊക്കെ. 1 ലക്ഷം കടമെടുത്തൊരുമ്മ പിന്നെ കണ്ട 50,000 രൂപ കിട്ടിയപ്പോ ഇനി ഇത്രക്ക് പലിശ കൊടുക്കണ്ടല്ലോ എന്ന് ദീനീ ബോധം കൊണ്ട് അത് കൊണ്ടുപോയി അടച്ചു എന്ന് സങ്കല്പിക്കുക.
ഓരോ മാസവും 3800 വീതം അടക്കേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയുടെ കണക്കാണ് ഞാൻ പറയണത്. 3800 വീതം അടക്കേണ്ടിയിരുന്ന ഉമ്മ പിറ്റത്തെ മാസം അടക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പകുതി പൈസയ്ക്ക് കരുതുള്ളൂ. കാര്യം 50,000 ഇതിന്റെ മുമ്പ് അടച്ചിട്ട് 1,00,000 പകുതിയല്ല ബാക്കിയുള്ളൂ എന്ന്. പക്ഷെ ചിലപ്പോൾ 3000 അതിലേറെയോ പിന്നെയും കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്നത് എന്താ അങ്ങനെ. അപ്പൊ അവര് പറയാം അങ്ങനെ തന്നെ. ചിലപ്പോൾ ചെറുപ്പക്കാരനൊക്കെ ആണെങ്കിൽ കുറച്ച് കച്ചറ ഉണ്ടാക്കും, വഴക്ക് പറയും, അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇങ്ങനെ കിളിമൊഴി പറഞ്ഞു കൊടുക്കും. സാർ ആദ്യം എടുത്തന്ന് 6% പലിശ, അന്നൊരു ഓഫറായിരുന്നു. പിന്നെ സാറ് പുതുക്കി വെച്ചെന്ന് 27% പലിശ, അതുകൊണ്ട് അങ്ങനെ. അപ്പൊ ഇയാൾ പറഞ്ഞു ഞാൻ പുതുക്കി വെച്ചിട്ടൊന്നുമില്ലല്ലോ, സാർ 50,000 അടച്ചില്ല, അതന്നെയാണ് പുതുക്കി വെക്കൽ. ഞാൻ ആ പുതുക്കി വെച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റേ ചങ്ങാതി തോളിൽ തോക്കൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് വന്ന് പുറത്തിറങ്ങും എന്നൊക്കെ പറയും. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഏക വിഷയം എന്താണ്? ഒരു മാർഗം വല്ല കോടതിയിലും പോകണമെന്നാണ്. 5 ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മാനേജ്മെന്റ്, യഥാസമയം നിയമം മാറ്റുന്നുള്ളിടത്ത് ഒപ്പിടുത്തിട്ടുണ്ട്. ഈ സംബന്ധമായി എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും കോടതി വ്യവഹാരം ഫൈസാബാദിലാണെന്ന് ഒപ്പിട്ടെടുത്തിട്ടുണ്ട്. അവിടെ വഴിയും ചോദിച്ച് പോകാൻ ഒരാൾ വേണം, ഹെൽപ്പ് ചെയ്യാൻ മറ്റൊരാളും വേണം, 2 ദിവസത്തെ യാത്രയും വേണം. മൊത്തത്തിൽ ബ്ലോക്കാക്കി അവിടെ ഇട്ടുണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റൂല. ആ ആഭരണവും വീടും കൊണ്ടേ അവർ പോകുള്ളൂ എന്നുള്ളതാണ് അനുഭവം. ആരാ കുഴി ചാടിച്ചത്? ഏതെങ്കിലും അയൽവാസി പറഞ്ഞിട്ടുണ്ടാവും, എന്തടി 1000 റുപ്യക്ക് 1 റുപ്യ പലിശ ഉള്ളൂ, അത് 10,000 വരെ. അതിന്റെ അപ്പുറത്തൊക്കെ ഉള്ളതിന് 17% ആയിരിക്കും, ചിലപ്പോൾ 24% ആയിരിക്കും. ഞാൻ സൂചിപ്പിക്കണത് നമ്മളുടെ പണം, നമ്മളുടെ ആവശ്യം ആര് നിർണ്ണയിക്കണം എന്നുള്ളതാണ്. പണം എങ്ങനെയെന്നുള്ളത് നമ്മൾ ആലോചിച്ച് കൃത്യമായി തീരുമാനിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ എന്ത് എന്നുള്ളതും കൃത്യമായി തീരുമാനിക്കണം. അയൽവാസിയുടെ വീട് വലുതായിരിക്കുന്നു, എന്നാൽ നമ്മുടേതും വലുതാക്കണം, അതിന് പലിശക്ക് പൈസ എടുക്കണോ? പാടില്ലെന്ന് നമുക്കൊരു ബോധം വേണം. കാരണം നമ്മുടെ ലക്ഷ്യം ഖുർആൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ, സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. വല്ലാത്ത അഹങ്കാരങ്ങളും ആഡംബരങ്ങളും ഒഴിവാക്കണം, പ്രത്യേകിച്ച് ഹറാമായത്. നമ്മുടെ പൂർവികർ ജീവിച്ച് കാണിച്ചെന്നൊരു മാർഗമുണ്ട്. അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ദുനിയാവിന്റെ അനുഭവങ്ങളും അനുഭൂതികളും ആസ്വദിക്കരുതെന്ന് മതം പറയുന്നില്ല. ഹലാലായതൊക്കെ നമുക്ക് പറ്റും. ഹറാമിലേക്ക് പോകുമ്പോൾ അത് ഇസ്റാഫായി മാറുന്നു, പാടില്ലാത്തതാകുന്നു. എന്ന് ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ മആരിജിലും പറഞ്ഞ ആ ഒരു ഗണത്തിലേക്ക് നമ്മൾ പെടുന്നു. ഇതിനപ്പുറം മതം ഹലാലാക്കിയതിനപ്പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പരിധി ലംഘിക്കുകയാണ്. കടം വാങ്ങാനൊക്കെ ഒരു മസലുണ്ട് ഇസ്ലാമിൽ. തിരിച്ചു കൊടുക്കാനുള്ള മാനദണ്ഡം കൃത്യമായി ബോധ്യപ്പെടാതെ ലറൂറത്തിനല്ലാതെ കടം വാങ്ങാൻ പാടില്ല. ചില ആളുകളുണ്ട്, കടം വാങ്ങൽ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ. അങ്ങോട്ട് വാങ്ങുക, അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങുക, ഇവിടുന്ന് വാങ്ങിയിട്ട് അവിടെ പകുതി കൊടുക്കുക, ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. കടം വാങ്ങാൻ ഒരു മാനദണ്ഡമുണ്ട്. നമുക്ക് കടം വീട്ടാനുള്ള കൃത്യമായ മാർഗം ബോധ്യപ്പെട്ടാലേ ഇത്തരം കാര്യങ്ങൾക്ക് കടം വാങ്ങാൻ പാടുള്ളൂ. പിന്നെ അങ്ങനത്തെ മാനദണ്ഡങ്ങളൊന്നും ബോധ്യപ്പെട്ടില്ലെങ്കിൽ വാങ്ങാം. ലറൂറത്തിന്റെ ഘട്ടത്തിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിച്ചോവും, അത്തരം സന്ദർഭത്തിലെത്തിയിരിക്കണ്. കടം വാങ്ങിയാൽ ഭക്ഷണം കിട്ടും, പക്ഷെ കടം എങ്ങനെ വീട്ടുകയെന്നറിയില്ല, എന്നാലും വാങ്ങാം. കാരണം ജീവന് വലിയ വില ഉണ്ട്. ആശുപത്രിയിൽ ഒരു സർജറി പറഞ്ഞിട്ടുണ്ട്, വിദഗ്ധനായ ഡോക്ടർ, വിശ്വസിക്കാൻ പറ്റുന്ന ഡോക്ടർ പറയുന്നു അങ്ങനെ തന്നെ ചെയ്താലേ രോഗം മാറൂ, 4 ലക്ഷം കെട്ടിവെക്കണം, കടം വാങ്ങാം. അതല്ല, അയലോക്കത്തെ വീട്ടിന് കുറെ തൂണുണ്ടായിരിക്കണ്, എന്നാൽ നമ്മളിതിന് കുറച്ച് തൂണ് വെക്കാന്ന് കരുതിയിട്ട് ഹൗസിംഗ് ലോണിന് പോയിട്ടുണ്ടെങ്കിൽ ആ വാങ്ങൽ പോലും ഹറാമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലിശ കൊടുക്കണതല്ല, ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നതല്ല, വാങ്ങാൻ പോണത് തന്നെയും. എന്നിട്ട് ആഡംബരത്തിന് വേണ്ടി ജീവിക്കുക. നമ്മുടെ പൂർവികരുടെ കഥയൊക്കെ പറയാൻ നമുക്ക് അവകാശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദുന്യാവിനെ ആസ്വദിക്കാൻ ഇസ്ലാം അനുവദിക്കണില്ല. അങ്ങനത്തെ വരണ്ട ദർശനമല്ല ഇസ്ലാം. പരമാവധി പണം സ്വരൂപൂട്ടാൻ മതം പറയുന്നുണ്ട്. അവസാന കാലമാകുമ്പോഴേക്ക് ദിർഹമും ദീനാറും ധാരാളമായി ആവശ്യമാകും. യുഖീമു ബിഹിമർ റജുലു ദീനഹു വ ദുന്യാഹു, ദുന്യാവും ദീനും നിലനിർത്താൻ പണം വേണ്ടി വരുമെന്ന് മുത്തറസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുന്യാവും ദീനും എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഹദ്ദാദ് തങ്ങൾ അവിടുത്തെ അദ്ദഅവത്തു താമ്മ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ സിൽസില ഉണ്ട്. അതിൽ 2ാമത്തെ പുസ്തകമാണ് അദ്ദഅവത്തു താമ്മ. അതിൽ വിശദീകരിക്കുന്നുണ്ട്, ലൗലദ്ദനാരീറു വദ്ദറാഹിം, ദിർഹമും ദീനാറും പണല്ലെങ്കിൽ ലതമന്ദലനൽ മുലൂക്കു, അധികാരികൾ നമ്മളെ ടിഷ്യൂ പേപ്പറാക്കി കളയും. അധികാരികൾ നമ്മളെ ചുരുട്ടി വലിച്ചെറിയും, മിന്തിയിലാക്കി കളയും. പണം വേണ്ടെന്നോ അധ്വാനിക്കരുതെന്നോ പണം സ്വരൂപൂട്ടരുതെന്നോ വ്യക്തിക്ക് പണം പാടില്ലെന്നോ സ്വകാര്യ സ്വത്ത് പാടില്ല ഒന്നും മതം പറയണില്ല.
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ 3-4 പേർ വലിയ സമ്പന്നന്മാരായിരുന്നു. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ മുത്ത് റസൂൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പണത്തിനോട് വിരക്തിയൊന്നുമില്ല, പക്ഷെ സംഘടിപ്പിക്കുന്നത് ഹലാലായ രീതിയിലാകണം. പാർട്ട്ണറെ പറ്റിച്ചാകരുത്. രണ്ടാളും ചേർന്ന് ഗൾഫിൽ ഒരു കട തുടങ്ങി. ഒരു സാധു മനുഷ്യൻ മക്കളെ കാണാൻ വേണ്ടി വീട്ടിലേക്കൊക്കെ ഒന്ന് വന്ന് 1 മാസം കഴിഞ്ഞ് ചെന്നപ്പോഴേക്ക് അറബിനെ സോപ്പടിച്ച് കൂടുതൽ ലാഭം തരാമെന്ന് പറഞ്ഞിട്ട് ആ കട മൊത്തം മൂപ്പരാളുടെ പേരിലാക്കിയിരിക്കുന്നു. അത് തുടങ്ങാൻ അധ്വാനിച്ച പാവപ്പെട്ട ശരീക്കിനെ, പാർട്ട്ണറെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു. അതാകരുത്. ഹറാമ് പ്രദർശിപ്പിച്ചാവരുത്. ഹറാമിലൂടെ വളരുത്. ഇപ്പൊ അന്നാ ഇസ്തജാബു ലഹു എന്ന് പറഞ്ഞിട്ടൊരു ഹദീസുണ്ട്. മനുഷ്യൻ കഴിക്കണത് ഹറാം, കുടിക്കണത് ഹറാം, ആകമാനം ഹറാം. ഫഅന്നാ ഇസ്തജാബു ലഹു, പിന്നെ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയെന്ന് മുത്ത് റസൂൽ നമ്മളോടൊക്കെ കൗതുകത്തിൽ ചോദിക്കുകയാണ്. അങ്ങനെ മക്കളെ വളർത്തരുത്. സമ്പാദിക്കാം ഹലാലായിട്ട് മാത്രം. അത് ചെലവഴിക്കണതും ഹലാലായിട്ടാവണം. ഹറാമിലേക്ക് ഒരു ചില്ലിക്കാശ് ചെലവഴിക്കരുത്. അത് ഇസ്രാഫാണ്. ഇതൊക്കെയാണ് ദീൻ. അനാവശ്യമായിട്ട് പൈസ പൊടിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കുക ഹറാമായ കാര്യങ്ങൾക്ക്. മോള് പഠിച്ചു വരികയാണ്, സിനിമ കാണരുത് മദ്രസയിൽ നിന്ന്. അതിന്റെ വിഷമങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സിനിമ കൊണ്ടുണ്ടാകുന്ന കൊലപാതകങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെറുതെ വന്നിട്ട് ദൃശ്യം മോഡൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ വെറുതെ ദൃശ്യം മോഡൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ കുറെ കൊലപാതകങ്ങളുടെ ലിസ്റ്റ് വരും. എല്ലാം സിനിമയിൽ നിന്ന് പ്രചോദനമായിട്ട് സംഭവിച്ചു പോയതാണ്. പുതിയ കാലത്ത് നടന്ന കുറെ ചെറുപ്പക്കാരുടെ കൊലപാതകങ്ങളിലൊക്കെയും പ്രതിയായി വന്നത് സിനിമയാണെന്ന് വ്യാപകമായി ചർച്ച ഉണ്ടായി. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കാനാണ് കുത്തി കൊല്ലണതെന്ന് തീരുമാനം വന്നു. ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇനി സിനിമ കാണൂലെന്ന് കരുതി പ്രതിജ്ഞ എടുത്ത് മോള് വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ വീട്ടുകാരെല്ലാവരും ചേർന്ന് വലിയ സ്ക്രീനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തോറ്റു പോണത് മക്കള് മാത്രമൊന്നുമല്ല, ഈ പരിശുദ്ധ ദീൻ നമുക്ക് കൈമാറി തന്ന ഒരു വലിയ മഹത്വമേറിയ ശൃംഖലയുണ്ട്. അവരുടെ പ്രതീക്ഷ കൂടെയാണ്. നമ്മളത് മനസ്സിലാക്കാതെ പോകരുത്. ഒന്നിച്ച് കാണുകയാണ്. പാപ്പയും മകനും മകളും ഉമ്മയും ഒന്നിച്ച് കൂടിയിരുന്ന് ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള ചില പ്രത്യേകമായ മറകളുണ്ട്. അത് പൊളിഞ്ഞു പോകുന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഞാനും പെങ്ങളും കൂടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ അവളൊരു ട്രൗസറായിരുന്നു ധരിച്ചത്, ഒരു സ്ലീവ്ലെസ് ബനിയനായിരുന്നു, ഞാനൊരു ബർമൂടയായിരുന്നു. സിനിമയിലെ കളി കണ്ടപ്പോ പ്രലോഭിതനായി സാറെന്നും പറഞ്ഞിട്ട് സ്വന്തം പെങ്ങൾക്ക് ഗർഭമുണ്ടാക്കിയ ചെറുപ്പക്കാരൻ കരഞ്ഞത് അവനെ കൗൺസിലിംഗ് നടത്തിയ ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തേ കാര്യം? സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് പപ്പയും അമ്മയും വീട്ടിലില്ലായിരുന്നു. ഞാനും പെങ്ങളും മാത്രമായിരുന്നു. ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ബർമൂഡ ട്രൗസറാണ് ഇട്ടത്. എൻ്റെ പെങ്ങളാണെങ്കിലും ഒരു ചെറിയ ഇന്നർ വെയറും പിന്നെ ഒരു കൈയില്ലാത്ത കുപ്പായായിരുന്നു ഇട്ടിരുന്നത്. സിനിമ ഇങ്ങനെ പുരോഗമിച്ചപ്പോ അതിലുള്ളതുപോലെ ഇങ്ങനെ മെല്ലെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓരോ താല്പര്യങ്ങൾ കടന്നു വന്നപ്പോ അതെന്റെ പെങ്ങളാണെന്ന കാര്യം മറന്നുപോയി. പ്രലോഭിതനായി എന്നാണ് അയാൾ കരഞ്ഞു പറഞ്ഞത്. കൗൺസിലിങ്ങിന് പോയ ഡോക്ടർ പിന്നീട് ആ കഥ എഴുതിയത് വായിച്ചതാണ് ഞാൻ ഈ പറയണത്. ഇതൊരു കഥയല്ല, ആയിരക്കണക്കിന് കഥകളുടെ ഒരു സാമ്പിൾ മാത്രമാണ്. ഇത് പാടില്ലെന്ന് ഉറപ്പിച്ചു വരുന്ന കുട്ടി അവിടെ വെച്ചിട്ട് എന്ത് തീരുമാനം എടുക്കണം? ആരാ കുട്ടിനെ നശിപ്പിച്ചത്? ഇങ്ങനെ ഓരോന്നും ഇതിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചു വലിയ സ്ക്രീൻ കൊണ്ടുവന്നാൽ നമ്മുടെ വീട് നിർമ്മാണത്തിന്റെ എല്ലാ ബർക്കത്തും അവിടെ തീരും. നമ്മൾ ഇരിക്കുന്നിടത്ത് നല്ല ചുമര്, നമ്മളകത്തേക്ക് വരുമ്പോഴത്തേന് ഇപ്പുറത്തും ചുമര്. സംഭവിച്ചെന്താണെന്നറിയാവോ? ഇത്ര വലിയ സിനിമ ഉണ്ട്, ആ സിനിമ അങ്ങനെ തിരിക്കാൻ പറ്റും. ചുമരടക്കം തിരിക്കാൻ പറ്റും. എന്ത് കലാപരിപാടി ആലോചിച്ച് നോക്കുമ്പോൾ, ഏതെങ്കിലും കാണാൻ പാടില്ലാത്ത ആൾ വരുമ്പോ അവിടെ ചുമര്, അതിന്റെ അപ്പുറത്തായിരിക്കും അപ്പ സിനിമ. മുപ്പരിങ്ങനെ അപ്പുറം വരികയാണെങ്കിലോ, മുപ്പരിങ്ങനെ വരുന്നതോടുകൂടെ ഒരാളോട് തിരിച്ചു വെച്ചാൽ അപ്പൊ ചുമരപ്പുറത്തേക്കായി, സിനിമ അപ്പുറത്തേക്കായി. ഇതിന് ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ ഹറാമു മാത്രമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഇതിനുവേണ്ടി കടം വാങ്ങുക, പിന്നെയും വാങ്ങിക്കൊണ്ടിരിക്കുക. അള്ളാഹു എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളത് ചോദിക്കും, എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് കൃത്യമായി ചോദിക്കും. അല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നാണ് ഹദീസിലുള്ളത്. ഈ പണം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കാവോ? ഏതെങ്കിലും ബിസിനസ്സിൽ പങ്കെടുക്കാവോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ക്യൂനെറ്റ് പോലെയുള്ളതിലൊക്കെ കൂടാവോ? പരിശുദ്ധ ദീനിന് കൃത്യമായ നിയമങ്ങളുണ്ട്. പെട്ടുപോകരുത്. പലപ്പോഴും പെടുന്നത്, എടീ അത് വാങ്ങിക്കോ, എൻ്റെ ആഭരണം വെറുതെ ഇരിക്കണില്ലേ, ഇന്നോടത്ത് പോയാൽ പോരെ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ വേണ്ടി വരും. ലഖദ് അളല്ലനി അനി ദിക്ർ, ആ സ്ത്രീ എന്നെ തെറ്റിച്ചു കളഞ്ഞു, ഫഅദ് ഹദാനി, കാര്യം എനിക്കറിയാമായിരുന്നു എന്ന് രണ്ട് കൈയും കടിച്ച് വിലപിക്കുന്ന ഒരു പ്രത്യേകമായ രംഗം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്.
പറ്റിപ്പോകരുത്. ജീവിതം വളരെ പ്രധാനമുള്ളതാണ്. ഓരോ നിമിഷവും ആഖിറത്തിലേക്ക് ആയിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. റമദാനാണ് കഴിഞ്ഞത്. പൂർവികരെ കുറിച്ച് എന്താ പറയുന്നത്? നമ്മുടെ പൂർവികരൊക്കെ റമദാൻ കഴിഞ്ഞാൽ 6 മാസത്തോളം അവരുടെ പ്രാർത്ഥനയിൽ പടച്ചോനെ റമദാൻ സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്നായിരിക്കും. നമ്മൾ മറന്നു തുടങ്ങി ഈ റമദാനെ കുറിച്ച്. പിന്നെ ഷഅബാനും റജബൊന്നും ആവണമെന്നില്ല, റമദാൻ എത്തിക്കണേ എന്നുള്ളത് വാക്ക്. അപ്പോഴൊക്കെയും അവരുടെ മനസ്സിൽ അടുത്ത റമദാനിലേക്ക് എന്നെ എത്തിക്കണേ എന്നായിരിക്കും. കഴിഞ്ഞു പോയി. ഒരു ഖത്തം പോലും തീർക്കാത്തവരുണ്ടാകും. വല്ലാത്ത നഷ്ടാണത്. അള്ളാഹു പുറത്തു തരട്ടെ. ഒരു ഖത്തം പോലും തീർക്കാത്തവരുണ്ടാകും. അങ്ങനെ കാലചക്രം ഇനിയും കറങ്ങും. ഓരോ വർഷവും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ 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 നമ്മളെ തേടി മലക്കുൽ മൗത്ത് അസ്രായിൽ കടന്നു വരും. ആ സമയത്ത് അഭിമാനത്തോടുകൂടെ മലക്കിനെ സ്വാഗതം ചെയ്യാൻ കഴിയണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തത്. മർഹബല്ലിൽ മൗത്ത്, മരണമേ സ്വാഗതം. മർഹബല്ലിൽ മൗത്ത്, മരണമേ സ്വാഗതം. മർഹബല്ലിൽ ഹബീബ്, മരണത്തിന്റെ മാലാക്കയാകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ സ്വാഗതം. മരണത്തിന്റെ മലക്കിനൊക്കെ കൂട്ടുകാരാന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം അത്രമേൽ വിശുദ്ധമായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോ താൻ പ്രവർത്തിച്ചത് കൃത്യമായിരുന്നു. താൻ അധ്വാനിച്ചതിന് പ്രതിഫലം കിട്ടണം. അതിന് പരലോകത്തേക്ക് എത്തിച്ചേരണം. പരലോകത്തിലേക്കുള്ള ഒന്നാമത്തെ വാതിൽ മരണമാണെന്ന് മഹാത്മാവിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മർഹബല്ലിൽ മൗത്ത്, മരണമേ സ്വാഗതം. വളരെ ചെറുപ്പത്തിലാ മരിച്ചു പോണത്. അവിടുന്ന് ആ സമയത്ത് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ശരിക്കും അത് പ്രാർത്ഥനയല്ല, അവകാശം ചോദിച്ചു വാങ്ങലായിരുന്നു. പടച്ച റബ്ബേ, നീ നൽകിയ ബുദ്ധി കൊണ്ട് ഞാൻ വലിയ തോട്ടം സമ്പാദിച്ചില്ല, സമ്പത്ത് കുന്നുകൂട്ടിയില്ല, ഈത്തപ്പനയുടെ മുന്തിരിയുടെ തോപ്പുകളൊന്നും സംഘടിപ്പിച്ചില്ല, വലിയ ബിസിനസ്സുകാരനും കച്ചവടക്കാരനുമായി മാറിയില്ല. നിന്റെ ദീന് പഠിച്ചു, അത് പ്രചരിപ്പിച്ചു, അതിനുവേണ്ടി ദീർഘയാത്രകൾ ചെയ്തു, അതനുസരിച്ച് ജീവിച്ചു പരമാവധിക്കപ്പുറം. അതുകൊണ്ട് ഇർഹംനി യാ അല്ലാഹ്, നിന്റെ കാരുണ്യം എനിക്ക് വേണം. ഈ ഒരു സന്ദർഭത്തിൽ അവകാശം ചോദിച്ചു വാങ്ങിയിട്ടാണ് മഹാത്മാവ് മർഹബല്ലിൽ മൗത്ത്, മരണമേ സ്വാഗതം. മർഹബല്ലിൽ ഹബീബ്, മരണത്തിന്റെ മാലാക്കയാകുന്ന കൂട്ടുകാരാ സ്വാഗതം. ജീവിതം എത്രമേൽ ധന്യം, എത്രമേൽ സന്തോഷകരം. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു ചെറിയ പുഴുക്കുത്തു പോലും കാണുന്നില്ല. എല്ലാം ലാഭം കിട്ടുന്ന ഇൻവെസ്റ്റുകൾ മാത്രം. എല്ലാം നേടണം, അധ്വാനിച്ചതിന്റെ ഫലം കിട്ടണം. സയ്യിദ്നാ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന രംഗം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. മഹാത്മാവിനോട് പലരും പോയി പറയുന്നുണ്ട്, ഞങ്ങളെ നിയന്ത്രിക്കാൻ ഞങ്ങളുടെ അടുത്ത ഖലീഫയെ നിശ്ചയിച്ചു തരണം അങ്ങ്. മഹാനുഭാവൻ കുറച്ചു നേരം ഇങ്ങനെ കണ്ണു ചിമ്മിയിരിക്കുന്നു. പിന്നീട് പതിയെ തുറന്നുകൊണ്ട് അവരോട് പറയുന്നത്, പ്രിയപ്പെട്ട ഹബീബ് മുആദ് ബിൻ ജബൽ മരണപ്പെട്ടുവല്ലോ, അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്ത ഖലീഫയായി അദ്ദേഹത്തെ ഞാൻ നിശ്ചയിച്ചു തരുമായിരുന്നു. എന്നിട്ട് റബ്ബിന്റെ മുമ്പ് പോയിട്ട് ഞാൻ പറയും, പടച്ച റബ്ബേ, നിന്റെ ദീനിനെ വിശ്വസ്തമായൊരു കരങ്ങളിൽ ഏൽപ്പിച്ചായി ഉമർ കടന്നു വന്നതെന്ന്. അത്രമേൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. എന്തേ കാര്യം? ജീവിതം ധന്യമായിരുന്നു. കൊണ്ടുപോകുന്ന സമയത്ത് പാപത്തിന്റെ ഭാരമില്ലായിരുന്നു. എപ്പോൾ എടുക്കപ്പെട്ടാലും സ്വർഗത്തിലേക്ക് യാത്ര പോവാൻ പറ്റും വിധം വിശുദ്ധമായി അവർ ജീവിച്ചു. ഒരു പ്രലോഭനങ്ങളും അവരെ തോൽപ്പിച്ചില്ല. ഒരു കൂട്ടുകാരന്റെ MDMA അവർ സ്വീകരിച്ചില്ല. ഒരു പെണ്ണും നമ്പർ തന്ന് വിളിക്കാൻ പറഞ്ഞപ്പോ കാമുകനെ സൃഷ്ടിക്കാൻ വേണ്ടി കൂട്ടുകാരിയുടെ പ്രലോഭനത്തിന് വഴങ്ങി വിളിച്ചില്ല. ഒരു നമ്പർ തരാം, നല്ലൊരു ചെറുപ്പക്കാരനാ, നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞില്ല. പിന്നാലെ നടന്നിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചു പാട്ടുപാടിയവരൊന്നും മൈൻഡ് ചെയ്തില്ല. ഒത്തുപള്ളി പോയ സമയത്ത് നിനക്ക് അരിനെല്ലിക്ക പറിച്ചു തന്നതിന് പകരം നീ കുറച്ച് വലുത് തരണമെന്നും പറഞ്ഞ് പാട്ടുപാടിയവനെ തീരെ പരിഗണിച്ചില്ല. ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ കൂടെ പോരുമോ നീ സാബിറ എന്ന് പറഞ്ഞപ്പോൾ അവഗണിച്ചു പോന്നു. അവനോട് സഹകരിച്ചില്ല, അവനോട് തീരെ സഹകരിച്ചില്ല. നമ്മളെ നശിപ്പിക്കുന്ന എല്ലാ ആഡംബരങ്ങളിൽ നിന്നും മാറി നിന്നു. കല്യാണം കഴിച്ചിട്ട് പോലും മാപ്പിളപ്പാട്ടുകാരൻ വിടുന്നില്ലല്ലോ. മാപ്പിളക്കാട്ടുകാരൻ കല്യാണം കഴിച്ചു പോയ പെണ്ണിനെ പ്രലോഭിപ്പിച്ച് ചാടാൻ വേണ്ടി അവിടെ മഴ പെയ്യാറുണ്ടോ എന്നും ചോദിച്ച് പിറകെ നടക്കുകയാണ്. പേര് മാപ്പിളപ്പാട്ടും. ഇറങ്ങിപ്പോന്നു, മൈൻഡ് ചെയ്തില്ല. ഏത് രീതിയിൽ ദീന് തെറ്റിക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോഴും പടച്ച റബ്ബേ, നിന്നെ ഓർത്ത് ഞാൻ അതിൽ നിന്ന് മാറിയെന്ന് അവകാശപ്പെടാൻ പ്രിയപ്പെട്ട സഹോദരി നമുക്ക് സാധിക്കുമെങ്കിൽ, മഹദിയ നഫീസത്തുൽ മിസ്രിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വന്തം ഖബർ കുഴിപ്പിച്ചിട്ട് 300 പ്രാവശ്യമാണ് അതിലിറങ്ങി ഖത്തം തീർത്തത്. സ്വന്തം ഖബർ കുഴിപ്പിച്ച് അതിലിറങ്ങി 300 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്തു. അതുകൊണ്ട് ആ പണ്ഡിത ജ്യോതിസ് ഇമാമുന ഷാഫി തങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ദ്വാരക്കാൻ വേണ്ടി നഫീസ ബീവിയുടെ അടുത്തേക്ക് ആളെ വിടുന്നത്.
300 ഖത്തം തീർക്കുക, സ്വന്തം ഖബറിലിറങ്ങി നിന്നിട്ട്. ഇതായിരുന്നു ജീവിതം. ഇതാണ് ജീവിതം. വീട്ടിനകത്ത് അടങ്ങിയിരിക്കലല്ല, പുറത്തിറങ്ങി വാന്നും പറഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരി ബന്ധു നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അവരോട് നോ പറയാനുള്ള തൻ്റെ ഇടത്തിലേക്ക് വളർന്നാൽ മഹദിയാകുന്ന നഫീസത്തുൽ മിസ്രിയ തങ്ങൾ പോയ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. ബാക്കിയുള്ള ജീവിതമൊക്കെ തീരും. എത്രമേൽ അവർ ആഗ്രഹിച്ചു ആഖിറത്തിലെത്താൻ. ഉമർ ഫാറൂഖ് തങ്ങളെ തന്നെ ഞാൻ ഉദ്ധരിക്കാം. അവിടുന്ന് ഈത്തപ്പന പോലെ വെട്ടിയിട്ട് അതിലാ കിടന്നുറങ്ങുക. തലേണല്ലേ, ശമ്പളം വാങ്ങൂല. അതുകൊണ്ട് വീട് പട്ടിണിയായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീട് പട്ടിണിയായി. അലിയാർ തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബികൾ ഒരു യോഗം കൂടി. ഉമർ ഫാറൂഖ് തങ്ങൾക്ക് നിശ്ചയിച്ചൊരു ശമ്പളം കൊടുക്കണം, അത് അദ്ദേഹത്തോട് വാങ്ങാൻ പറയണം. പിന്നെ നമുക്കൊരു തലയണ നിർമ്മിച്ചു കൊടുക്കണം, അത് സ്വീകരിക്കാനും പറയണം. അവരങ്ങനെ തീരുമാനിച്ചു. തലയണ എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ നാട്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന തലയണ ഓടി വരരുത്. ഒരു തുണി ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതിൽ ഈത്തപ്പനയുടെ ഓലൊക്കെ കീറി മുറിച്ചിട്ടിട്ട് അത് കൂട്ടിങ്ങട് കെട്ടിയിട്ട് അമർത്തി വെക്കണതാണ് തലയണ. യോഗം കൂടാനൊക്കെ ആളുണ്ടായി അഭിപ്രായം പറയാനും. ഇനി ആരാ ഉമർ തങ്ങളോടൊന്ന് പോയിട്ട് പറയാം. ഓരോരുത്തർ എസ്കേപ്പായി. ഇനി എങ്ങനെ ഇപ്പൊ ഇതൊന്ന് പറയാം? ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് അത് പറയേണ്ടത്. അവരൊരു തന്ത്രം കണ്ടുപിടിച്ചത് ഉമർ റളിയല്ലാഹുവിന്റെ മകളെ സമീപിക്കണം. ഹഫ്സ റളിയല്ലാഹു അൻഹാ മുത്തറസൂലിന്റെ ഭാര്യയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ടയാളാണ്. ഉമർ ഫാറൂഖ് തങ്ങൾ പോലും മോളാണെങ്കിലും ബഹുമാനിക്കാൻ കടപ്പെട്ടയാളാണ്. ഹഫ്സ ഇങ്ങനെ ചെല്ലണുണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. മെല്ലെ ഈ കാര്യം പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അതുവരെ ഇങ്ങനെ കേട്ട് കൗതുകത്തോടെ ഇരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തല താഴ്ത്തി കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരുന്നു. മോളെ ഹഫ്സ, എന്റെ വീട്ടിൽ വളർന്ന നിനക്ക് എന്നോട് ഇത് പറയാൻ ധൈര്യം ഉണ്ടാവില്ല. ആരാ നിന്നതിന് പറഞ്ഞയച്ചത് എന്ന് എന്നെ അന്വേഷിക്കുന്നു. പിന്നീട് എഴുന്നേറ്റ് നിന്ന് തന്റെ മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മോളെ ഹഫ്സ, എത്ര പെട്ടെന്ന് നീ മറന്നുപോയോ? നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ അഭിമാനപുത്രൻ അബ്ദുല്ലാഹി ബിൻ ഉമറിനോട് പ്രിയപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 2 കൈകളും അബ്ദുള്ളയുടെ 2 ചുമലിലും വെച്ച് കണ്ണോടുടക്കിയിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ പറഞ്ഞൊരു കാര്യം നീ മറന്നോ മോളെ? കും ഫിദ്ദുന്യാ കഅന്നക ഗരീബ വഅബിറു സബീൽ. കും ഫിദ്ദുന്യാ കഅന്നക ഗരീബ്. ഈ ലോകത്ത് നീ ജീവിക്കേണ്ടത് ഒരു വിദേശിയെ പോലെയാണ്. ഏത് നിമിഷവും യാത്ര പോകാനുള്ളവൻ, ഏത് ദിവസവും സ്വഭവനത്തിലേക്കും സ്വന്തം നാട്ടിലേക്കും പോകാനുള്ളവൻ. പരിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനൂനിൽ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ വിശേഷണം പറഞ്ഞ് അതിന്റെ 10-11 വചനങ്ങളിൽ ഒരു കാര്യം പറയുന്നു. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഇങ്ങനെ നല്ലവരായി ജീവിച്ചവർ സ്വർഗത്തെ അനന്തരമെടുക്കും. അവരുടെ ആദ്യ പിതാവ് ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും അനന്തര സ്വത്താണ് സ്വർഗം. ആ സ്വർഗമാകുന്ന ഒറിജിനൽ തറവാട്ടിലേക്ക് യാത്ര പോകാനുള്ളവരാണ് നമ്മൾ. വിദേശിയെ പോലെ ജീവിക്കണം. അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ. നിന്റെ ശരീരം ഖബറാളികളോടൊപ്പം നീ ചേർത്ത് പരിഗണിക്കണം. ഇത് പ്രിയപ്പെട്ട അബ്ദുല്ലാഹയോട്, നിന്റെ പ്രിയപ്പെട്ട സഹോദരനോട്, എന്റെ അഭിമാനപുത്രനോട് മുത്തറസൂൽ പറഞ്ഞത് നീ മറന്നുപോയോ മോളെ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഞാനും എൻ്റെ 2 കൂട്ടുകാരും ഒന്നിച്ചൊരു യാത്ര തുടങ്ങിയവരാണ്. മുത്തറസൂലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും. അവർ 2 പേരും അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തി. ഇനി ഉമർ മാത്രം. അവരനുഭവിക്കാത്തൊരു സുഖം എനിക്ക് വേണ്ട മോളെ, അവരാസ്വദിക്കാത്തൊരു സന്തോഷം എനിക്ക് വേണ്ട മോളെ. ഉമർ ഫാറൂഖ് തങ്ങൾ ആലോചിച്ച് കാണും. മുത്തറസൂൽ ഉച്ചയ്ക്ക് വിശ്രമിക്കുമ്പോൾ ഉമർ ഫാറൂഖ് തങ്ങൾ കടന്നു വരുന്നു. അവിടുന്ന് ഇത്തപ്പനയോലയിലാണ് കിടക്കുന്നത്. ശരീരമാസകലം ഇത്തപ്പനയുടെ ഈർക്കിളിന്റെ പാടുണ്ട്. ആകെ അവിടെ ഉള്ളതൊരു തോൽപാത്രത്തിൽ ഇത്തിരി വെള്ളം, തോല് ഉറക്കിടാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഔഷധ ചെടികളുടെ ഇലയും. സയ്യിദ്നാ ഉമർ ഫാറൂഖ് അവിടെ ഇരുന്ന് കരഞ്ഞു. ലോകത്തിന്റെ നായകൻ, കാരുണ്യദൂതൻ, സ്നേഹത്തിന്റെ മറുകുണം. അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടപ്പോൾ അവിടത്തേക്ക് സങ്കടം വന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ ഏങ്ങിക്കരഞ്ഞു. ഈ ശബ്ദം കേട്ട് റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റു. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ തന്നെ കരയിപ്പിച്ച സംഗതി പറയുന്നു. കസ്രയും കൈസറും എന്തൊരു സന്തോഷത്തിലാ ജീവിക്കുന്നത്, എന്തൊരു പ്രതാപം, എന്തൊരു സന്തോഷം. അവരുടെ കോട്ടയ്ക്ക് എത്ര കാവൽക്കാർ, എന്തൊക്കെ ആഡംബര വസ്തുക്കൾ, വെഞ്ചാമരം മിന്നാൻ എത്ര സ്ത്രീകൾ, എത്ര സുഭിക്ഷമായ ഭക്ഷണം. അങ്ങ് ലോകത്തിന്റെ നായകൻ, സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ, ലോകത്താദ്യമായി പുനരുദ്ധാനം നടത്തുന്ന മഹാത്മാവ്, എന്നിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റാതെ വന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരനെ ചോദിച്ചു നിർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമാ തർലായ ഉമർ, ഉമർ അങ്ങേക്ക് സന്തോഷമല്ലേ? നമുക്ക് ആഖിറവും അവർക്കൊക്കെ ദുനിയാവും ലഭ്യമാകുന്നത് അങ്ങേക്ക് സന്തോഷമല്ലേ? അവർക്കൊക്കെ ദുനിയാവ്, അവരുടെ സന്തോഷമൊക്കെ പണം തീർന്നു പോവാൻ നമ്മൾ ഭയപ്പെടണം പലപ്പോഴും.
എല്ലാ ആഡംബരങ്ങളും തലക്കുമീതെ മറിഞ്ഞുകൂടുമ്പോ ഈ ദുന്യാവിൽ സന്തോഷമൊക്കെ തീർന്നു പോകുമെന്ന് ഭയപ്പെടണം. നമുക്ക് ആഖിറത്തിൽ വലിയ സന്തോഷവും പ്രതാപവും വരും. ഉമറെ, അത് അങ്ങേക്ക് ഇഷ്ടല്ലേ? മുത്തറസൂൽ എത്രമേൽ സ്നേഹിച്ച മഹാനുഭാവനാണ് ഉമർ റളിയല്ലാഹു അൻഹു. അൻത മിന്നി യാ ഉമർ വഅന മിൻക യാ ഉമർ. അങ്ങനത്തെ ഒരു പ്രയോഗം റസൂലുള്ളാഹി വേറൊരാളോട് നടത്തിയിട്ടുണ്ടോ? നീ എന്റേതാണ് ഉമറെ, ഞാൻ നിന്റേതും, നമ്മൾ ഒന്നാണ് എന്നാണ് പറയുന്നത്. ഇത്രമേൽ അഭിമായ നബിതങ്ങൾ ഉൾക്കൊണ്ട സ്നേഹിച്ച സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മോളോട് വിശദീകരിക്കുകയാണ്. ഞങ്ങൾ മൂന്നാളൊരു യാത്ര തുടങ്ങിയതാണ്. രണ്ടുപേരും അവരുടെ സന്തോഷകരമായ ലോകത്തേക്ക് എത്തിച്ചേർന്നു. ഇനി ഞാൻ മാത്രം. അതുകൊണ്ട് നീ പറയുന്ന വെച്ച് നീട്ടുന്ന സന്തോഷങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞത് മറക്കരുത്. ദുന്യാവിന്റെ ആവശ്യങ്ങളും സന്തോഷങ്ങളും ഇല്ലാതെയാക്കണമെന്ന് മതം പറയണില്ല. നേരെ മറിച്ച് എല്ലാം വിശുദ്ധമായിരിക്കണം. ഇത് പരസ്പരം കൽപ്പിച്ചുകൊണ്ടിരിക്കണം, മക്കളെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാ തഅ്ബുദൂന മിൻ ബഅദി. ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ, എൻ്റെ ശേഷം നിങ്ങൾ ആരാധിക്കും? ഒരു പിതാവ് നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു പിതാവിനുണ്ടാകേണ്ട ഏറ്റവും സങ്കീർണമായ ആശങ്ക, എൻ്റെ ശേഷം ഈ മക്കളൊക്കെ ഏത് ആദർശം വെച്ച് പുലർത്തും? വിദേഹത്താരാവോ? യുദ്ധത്തിലേക്ക് പോകുമോ? ഫാസിഖ്യങ്ങളായി തീരുമോ? യൂസുഫ് നബി അടക്കമുള്ള എല്ലാ മക്കളും ഒന്നിച്ചു പറഞ്ഞു, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഈൽ ഇലാഹം വാഹിദ. അങ്ങ് പഠിപ്പിച്ചെന്ന അതേ ആദർശത്തിൽ ഞങ്ങൾ നിലകൊള്ളും. കള്ളത്തൊരീക്കത്തുകാർ വരും, മോഹന വാഗ്ദാനങ്ങൾ നൽകും, വലിയ തടിച്ച 3 ബുക്കുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരും. ഇത് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഹദിയ തന്നതാണ്, വായിച്ചു നോക്കണം, നന്നാവണം എന്ന് പറയും. ആ മക്കൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. അങ്ങ് പഠിപ്പിച്ച, അങ്ങയുടെ പിതാക്കളാകുന്ന ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും പഠിപ്പിച്ച ആ ഒരു ആദർശത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഇത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചിരിക്കണം. പരമ്പരയായി നമുക്ക് ലഭ്യമായ വിജയത്തിന്റെ ഒരു മാർഗം. അതിന് തിരിഞ്ഞു പോകുന്ന കുറേ സംഗതികളുണ്ട്. വാക്കുകൊണ്ട് മാത്രം നിന്ന് പുറത്തു പോകും, വേഷം കൊണ്ടുപോകും, പ്രവൃത്തി കൊണ്ടുപോകും. സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്ന നമ്മുടെ മക്കൾക്കൊന്നും അതേക്കുറിച്ചൊന്നും ഒരു ബോധമില്ല. ഇസ്ലാമിന്റെ പ്രത്യേകമായ സിമ്പലുകളെ പരിഹസിച്ചാൽ ദീനിൽ നിന്ന് പുറത്തു പോകും. ഒരു തർക്കമില്ല. വാങ്ങിങ്ങനെ പള്ളിയിൽ നിന്ന് കൊടുക്കണം, എന്താ കുറുക്കാൻ ഓളിയിടുന്നു എന്നെങ്ങാനും പരിഹാസപൂർവ്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകും. സോഷ്യൽ മീഡിയ നമ്മളെ വല്ലാതെ തോൽപ്പിക്കരുതെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായിട്ട് ഉദ്ഘാടനത്തിന് വരുമ്പോൾ പാൻറ്റും ഷർട്ടും ഇൻസൈഡ് ചെയ്ത് വരും ചില കോമാളികൾ. നേരെ വെച്ച് സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കാൻ വരുന്ന സമയത്ത് തൊപ്പി നീളം കുപ്പായാവും. ദീനിനെ പരിഹസിക്കുന്ന രീതിയിലേക്ക് ഇതൊക്കെ മാറിയാൽ ദീനിൽ നിന്ന് പുറത്തു ഒരു സംശയമല്ലാതെ. റളിയല്ലാഹുവിനെ തന്നെ പിന്നെയും പറയാൻ തോന്നുകയാണ് എനിക്ക്. മരണപ്പെടാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ആകാംക്ഷപൂർവ്വം റളിയല്ലാഹുവിന്റെ ചുറ്റുഭാഗത്തും പ്രാർത്ഥനയോടുകൂടെ നിൽക്കുമ്പോൾ ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഏതോ ഒരാളെ പരതാണെന്ന് സഹാബാ കിറാമിനും താബഈങ്ങൾക്കും മനസ്സിലായി. റളിയല്ലാഹു പതിഞ്ഞ സ്വരത്തിൽ ചോദിക്കുന്നു, ഐന അബൂ ഹുദൈഫത്തുൽ യമാനി, എവിടെ അബൂ ഹുദൈഫത്തുൽ യമാനി? ഒരു മൂലക്കിരുന്ന് സങ്കടപ്പെട്ടിരിക്കണ മഹാൻ മുന്നോട്ട് വരുന്നു. അനയാ അമീറുൽ മുഅ്മിനീൻ, ഇതാന്ന് പറയുന്നു. അടുത്തേക്ക് വരുന്നു. ഉമർ റളിയല്ലാഹു ആക്ഷൻ കാണിക്കുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ മുഖത്തിന്റെ താഴെ വളരെ ഭവ്യതയോടുകൂടെ അബൂ ഹുദൈഫത്തുൽ യമാനി ഇരുന്നപ്പോ ഉമർ ഫാറൂഖ് തങ്ങൾ അവിടുത്തെ ചെവിയിൽ ചോദിക്കാൻ, മോനെ അബൂ ഹുദൈഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ സാഹിബ് സിറല്ലായിരുന്നോ താങ്കൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരനല്ലായിരുന്നോ താങ്കൾ? അതെ. ഞങ്ങളോട് പറയാത്ത പല സ്വകാര്യങ്ങളും അങ്ങ് മുത്തറസൂൽ ഏൽപ്പിച്ചിട്ടില്ല. അതെ അതെ. നമ്മുടെ ഇടയിലൂടെ ജീവിച്ച് മുനാഫിഖായി മരിക്കുന്ന കുറെ ആളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അങ്ങേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ലേ? അതെ. നമ്മുടെ ഇടയിൽ മുഅ്മിനായി ജീവിക്കുന്നു, മുഅ്മിനായ ആനുകൂല്യങ്ങളെല്ലാം പറ്റുന്നു, പക്ഷെ മുനാഫിഖായി ചത്തുപോകും. അങ്ങനെ ചില ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അങ്ങേക്ക് സ്വകാര്യം പറഞ്ഞു തന്നിട്ടില്ല. അതെ അതെ. അബൂ ഹുദൈഫത്തുൽ യമാനിയെ ചേർത്ത് നിർത്തിയിട്ട് ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്, മോനെ, അല്ലാഹുവിന്റെ റസൂൽ മുഅ്മിനായി ജീവിച്ച് കാഫിറായി ചത്തുപോകുന്നവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചവരുടെ കൂട്ടത്തിൽ ഖത്താബിന്റെ പുത്രൻ ഉമർ ഉണ്ടോന്ന്? ഖത്താബിന്റെ പുത്രൻ ഉമർ ഉണ്ടോന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. സ്വർഗം അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈമാനിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പിന്നെയും പിന്നെയും ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനാഫിക്കായി മരിക്കുന്നവരുടെ ലിസ്റ്റ് ഔട്ട് മുത്തറസൂൽ ചെയ്തിട്ടുണ്ട്. അത് അബൂ ഹുദൈഫത്തുൽ യമാനിക്ക് അറിയാം. അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആ ലിസ്റ്റിൽ ഖത്താബിന്റെ പുത്രനാകുന്ന ഉമർ ഉണ്ടോ എന്ന്? ഇല്ലെന്ന്
വളരെ ആർദ്രതയോടുകൂടെ ഗദ്ഗതത്തോടുകൂടെ ചുണ്ട് വിങ്ങി അബൂ ഹുദൈഫത്തുൽ യമാനി പറഞ്ഞു കൊടുത്തപ്പോഴാണ് സന്തോഷത്തോടുകൂടെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണടക്കുന്നത്. നമ്മുടെ മക്കൾക്കൊരു വിഷയമല്ല, പരിശിച്ചുകൊണ്ടിരിക്കുക ഇസ്ലാമിക സംരംഭങ്ങളെ. ഏതെങ്കിലും ഒരുത്തൻ്റെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് ദീനിനെ പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തുടക്കത്തിൽ പറഞ്ഞതൊന്നുകൂടെ ആവർത്തിക്കാം. ഇതിൻ്റെ മുമ്പ് ഞാനത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം, തൻ്റെ ഇടം കാട്ടണം, സ്നേഹത്തോടുകൂടെ. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ രീതിയായിരിക്കണം, അതൊക്കെ പാലിക്കണം. ഉപദേശം അവസാനം വരെയും തുടർന്നുകൊണ്ടിരിക്കണം. സൂറത്ത് ലുഖ്മാന്റെ 13-ാമത്തെ വചനത്തിൽ വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ളുഹു യാ ബുനയ്യ ഇന്ന ശിർക ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോടൊരു ഉപദേശം കൊടുക്കുകയാണ്. അതിങ്ങനെ പറഞ്ഞാൽ മതി, യാ വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. കുറേ ഉസ്താദന്മാരുണ്ട് ക്ലാസ്സിൽ, എല്ലാവർക്കും വേഗം മനസ്സിലാവും. അതിൻ്റെ ഇടയിൽ മറ്റൊരു വാക്ക് കൊണ്ടുവരികയാണ്, വഹുവ യഅ്ളുഹു. ലുഖ്മാൻ അലൈഹിസ്സലാം ശിർക്ക് ചെയ്യരുതെന്ന് മോനോട് പറഞ്ഞ സന്ദർഭം വഹുവ യഅ്ളുഹു. ലുഖ്മാൻ അലൈഹിസ്സലാം മോന് വഅദ് പറഞ്ഞു കൊടുക്കലായിരുന്നു, വഅദ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതിനിടയിലായിട്ടാണ് ഇത് പറയുന്നത്. എന്തിനാ ഇതൊന്ന് പ്രത്യേകം പറയണത്? പിതാവിന് വഅദ് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ, മാതാവിന് ഉപദേശം കൊടുക്കൽ നിർബന്ധമാണെന്ന് പഠിപ്പിക്കാൻ, ഓരോ രക്ഷിതാവിനും തൻ്റെതായ യോഗ്യതയും തൻ്റെതായ രീതിയും അനുസരിച്ച് അവൻ്റെ കീഴിലുള്ളവർക്കൊക്കെയും വഅദ് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണെന്ന് പഠിപ്പിക്കാൻ. അതിന് മൈക്കൊന്നും വേണ്ട, ഇതുപോലത്തെ സ്റ്റേജൊന്നും വേണ്ട. സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക, ദീന് കൈമാറിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ ഖിയാമത്ത് നാൾ വരെയും നമ്മുടെ വംശപരമ്പരയിൽ ഒരാളെപ്പോലും അള്ളാഹുവെ നീ രിദ്ധത്തിൽ അകപ്പെടുത്തരുത് റഹ്മാനെ, വിദേഹത്തിൽ അകപ്പെടുത്തരുത് റഹ്മാനെ.